ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ 10th ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 11th ചാപ്റ്റർ 3D എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി. അപ്പോൾ ഇത് രണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്സും അതിൻ്റെ കോൺസെപ്റ്റും എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 3D നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുറച്ച് കോൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചൊന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വെക്ടർ ഓൾജിബ്ര ആണ് ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പൊ വെക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ഹൈസ്കൂൾസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വെക്ടർ എന്ന് പറയുന്നത്. വെക്ടറിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഫിസിക്സിൽ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് ഈ വെലോസിറ്റി ഒക്കെ എന്താണ്? വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരുന്നു വെക്ടർ, എന്തായിരുന്നു സ്കെയിലർ? വെക്ടർ ക്വാണ്ടിറ്റി, സ്കെയിലർ ക്വാണ്ടിറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഏതൊരു ക്വാണ്ടിറ്റിനെയും നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് വെക്ടർ ക്വാണ്ടിറ്റി എന്നും സ്കെയിലർ ക്വാണ്ടിറ്റി എന്നും രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ആൻഡ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യുക, അതിന് നമ്മൾ എന്താവും, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 45 kg, ഓക്കെ, അപ്പം അതിന് നമുക്ക് എന്താ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി വെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെലോസിറ്റി പറയാൻ നേരത്തെ നമ്മൾ എന്താണ് പറയുന്നത്? സ്പീഡ് പറയാറുണ്ട്, അതിന്റെ കൂടെ തന്നെ ഡയറക്ഷനും കൂടെ പറയാറുണ്ട്, അല്ലെ? അപ്പൊ അതിന് ഈ വെലോസിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിന്റെ കൂടെ നമ്മൾ ഡയറക്ഷൻ പറയാറില്ല, പക്ഷെ വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ ഇപ്പൊ 45 kilometers per hour എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡയറക്ഷനും കൂടെ പറയാറുണ്ട്. അതുകൊണ്ടാണ് വെക്ടറിന് വെലോസിറ്റിനെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്, സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഫസ്റ്റ് പഠിക്കുന്നത് പൊസിഷൻ വെക്ടർ ആണ്. പൊസിഷൻ വെക്ടർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ 3D ആണ് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 3D. പക്ഷേ ഈ വെക്ടർ ഓൾജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ ആയിട്ടാണ് ഓരോ വെക്ടറും. അതായത് 3 ഡയമെൻഷണൽ എന്ന് വെച്ചാൽ തന്നെ 2 ഡയമെൻഷണൽ എന്തായിരുന്നു? നമ്മൾ നമ്മുടെ പേപ്പറിൽ, ബുക്സിൽ, നമ്മുടെ ബോർഡിലൊക്കെ വരയ്ക്കുന്ന എക്സ് ആൻഡ് വൈ ആക്സിസിനെയായിരുന്നു നമ്മൾ പറയുന്നത് 2D എന്ന് പറഞ്ഞാൽ. അപ്പൊ 2D ആണെങ്കിൽ 2 ഡയമെൻഷനിൽ ആണെങ്കിൽ നമുക്കൊരു പ്ലെയിനിൽ കാണാൻ പറ്റുന്നതാണ് 2 ഡയമെൻഷൻ. അപ്പൊ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒക്കെ നമുക്ക് വരച്ച് ഇപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കും, അത് 2D ആണ്. പക്ഷെ 3Dയിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ലിവിങ് വേൾഡ് എന്താണ്? 3D ആണ്. അപ്പൊ ഈ 3D ആണ് നമ്മളിവിടെ വെക്ടർ ഓൾജിബ്രയിൽ പറയുന്നത്. അപ്പൊ 2D ആകുമ്പോൾ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാകത്തുള്ളൂ, എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. പക്ഷെ 3Dയിൽ വരാൻ നേരത്ത് നമുക്ക് 3 കോർഡിനേറ്റ്സ് വരും, എക്സ്, വൈ, ഇസഡ്, അങ്ങനെ 3 കോർഡിനേറ്റ്സ് വരും. കഴിഞ്ഞ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഫോമിലൊക്കെ പഠിച്ചതാണ് 3 കോർഡിനേറ്റ്സ് വെച്ചിട്ട്. അതുകൊണ്ട് പൊസിഷൻ വെക്ടർ ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ പൊസിഷൻ വെക്ടർ എന്താന്ന് നോക്കാം. പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഞാനൊരു 3D സ്പേസ് വരയ്ക്കാണ് കേട്ടോ. ഇത് എക്സ് ആക്സിസ് ആൻഡ് ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇതാണ് ഒരു 3D സ്പേസ്. ഈ 3D സ്പേസിൽ എവിടെയെങ്കിലും ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്, പി എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഈ പിക്ക് എന്തായാലും കോർഡിനേറ്റ്സ് ഉണ്ടാവുമല്ലോ. ഏതൊക്കെ കോർഡിനേറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? നമുക്കിപ്പോൾ ജനറൽ ആയിട്ട് എടുക്കാം, എക്സ്, വൈ, ഇസഡ്, 3 കോർഡിനേറ്റ് എടുത്ത് നമ്പേഴ്സ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല, ജനറൽ ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ ഈ പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ ഇതിന്റെ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്ന വെക്ടർ എന്നാണ് അതിന്റെ മീനിങ്. സോ ഈ പൊസിഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറയുക എന്ന് വെച്ചാൽ നമുക്കൊരു റെഫറൻസ് പോയിന്റ് എപ്പോഴും വേണം. അപ്പൊ ഞാനിവിടെ എടുക്കുന്ന റെഫറൻസ് പോയിന്റ്, അതായത് ഇത് ഇവിടെ നമ്മുടെ ഒറിജിൻ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണല്ലോ ഒറിജിൻ. ഈ ഒറിജിൻ ആണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ ഈ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന വെക്ടറിനെ കുറിച്ചും പഠിക്കും. അപ്പൊ ആ സമയത്തും നിങ്ങൾ ഓർത്താൽ മതി, നമുക്കൊരു ഇനീഷ്യൽ പോയിന്റും ഒരു ഫൈനൽ പോയിന്റും സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക്
എന്താ ഒരു വെക്ടറിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. 3Dയിലുള്ള ഒരു പോയിന്റ് എവിടെയാണ്, പി എവിടെയാണ്, പി ഇവിടെ എന്നൊക്കെ പറയാൻ നേരത്തെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിന്റെ പൊസിഷൻ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് എപ്പോഴും ഒരു റെഫറൻസ് പോയിന്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറഞ്ഞത്. ഒറിജിൻ നിങ്ങൾക്ക് അറിയാം, ഒറിജിന്റെ കോർഡിനേറ്റ് നിങ്ങൾക്ക് അറിയാം. എന്താണ് കോർഡിനേറ്റ്? 0 0 0. ഇതാണ് ഒറിജിന്റെ കോർഡിനേറ്റ്. നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന പിയുടെ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ XY Z. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ ഓയിൽ നിന്ന് പിയിലോട്ടുള്ള ദൂരം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ലെങ്ത്. അപ്പോൾ ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് OP എന്നാണ്. കണ്ടല്ലോ, OP എന്ന് എഴുതിയിട്ട് ഞാൻ മുകളിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് വെക്ടർ ആണ് എന്ന് മീൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ത്രൂ ഔട്ട് നമ്മൾ ഓരോ വെക്ടറിന്റെയും മുകളിൽ ഈ ആരോ ഇടുമ്പോൾ നിങ്ങൾ ഓർത്തോളൂ. ആരോ മീൻസ് ദിസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് OP ഈസ് ഈക്വൽ ടു, ഇനി ഈ പിയുടെ പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതാൻ പോവാണ്. OP ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കണേ, ഇപ്പം ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇനീഷ്യൽ പോയിന്റ് ഓയും ഫൈനൽ പോയിന്റ് പിയും ആണ്. നമുക്കൊരു താൽക്കാലികമായിട്ട് മതി, ടെമ്പററി ആയിട്ടുള്ളതാണ് ഈ പൊസിഷൻ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത്. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് ഓയും ഫൈനൽ പോയിന്റ് പിയും ആണ്. ഞാൻ ആ ഓർഡറിൽ തന്നെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാലോ OP. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ വെക്ടർ എഴുതാൻ നേരത്ത് നമ്മൾ ഈ ഫൈനൽ പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റ് കുറക്കുക, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതായത് ഈ ഫൈനൽ പോയിന്റ് എന്ന് വെച്ചാൽ പിയുടെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് നമ്മുടെ ഇനീഷ്യൽ പോയിന്റിന് എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുക. X-0 എന്താണ്? എക്സ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ വെക്ടറിന്റെ കൂടെ ഇടുന്ന I ക്യാപ്പ് അതൊന്ന് ഇട്ടോളൂ. ആൻഡ് പ്ലസ് വൈയിൽ നിന്ന് നമ്മുടെ ഇനീഷ്യൽ പോയിന്റിന്റെ y കോർഡിനേറ്റ് കുറക്കുക. Y-0 ആൻഡ് ദാറ്റ് ഇസ് YJ പ്ലസ് Z-0 ZK. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു വെക്ടറിന്റെയും പൊസിഷൻ വെക്ടർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു വെക്ടർ നിങ്ങൾക്ക് ഒരു XYZ കോർഡിനേറ്റ് തരുവാണെങ്കിൽ ഇതുപോലെ ഒറിജിൻ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ക്യാപിറ്റൽ എ എന്നാണ് തന്നിരിക്കുന്നത്, പിക്ക് പകരം ക്യാപിറ്റൽ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാൻ പറ്റും? OA, മുകളിൽ ഇതുപോലെ ആരോ ഇടുക. ആ രീതിയിൽ നമുക്ക് പൊസിഷൻ വെക്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വാട്ട് എവർ ഇറ്റ് ഈസ്, പിയോ എയോ ബിയോ എന്തോ ആയിക്കോട്ടെ, ഏത് ലെറ്റർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ലെറ്റർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ OA OB OC അങ്ങനെ ഒറിജിൻ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പൊസിഷൻ വെക്ടർ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 2 പോയിന്റ് വരുമ്പോഴാണ് നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. പൊസിഷൻ വെക്ടർ ഒക്കെ ആണല്ലോ അല്ലേ, അതായത് നമ്മുടെ 3Dയിലുള്ള ഏതൊരു പോയിന്റിനും നമുക്ക് ഇതുപോലെ പൊസിഷൻ വെക്ടർ എടുക്കാവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ഏതൊരു കോർഡിനേറ്റ് കിട്ടിയാലും, ഒരു XYZ കോർഡിനേറ്റ് കിട്ടിയാലും എക്സിന്റെ കൂടെ എക്സ് കോർഡിനേറ്റിനോട് I ചേർക്കുക, Y കോർഡിനേറ്റിനോട് J ചേർക്കുക, Z കോർഡിനേറ്റിനോട് K ചേർക്കുക. അപ്പൊ തന്നെ നമുക്ക് ആ വെക്ടർ കിട്ടും. കണ്ടോ, XYZ ഒറിജിൻ റെഫറൻസ് ആയി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ടെക്നിക്കൽ സൈഡാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. ഈ അല്ലാതെ നമുക്കൊരു പോയിന്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഈ കോർഡിനേറ്റ്സിനോട് IJK അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കറസ്പോണ്ടിങ് വെക്ടർ നമുക്ക് കിട്ടും, പൊസിഷൻ വെക്ടർ. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട് കാണാൻ സാധ്യതയില്ല. ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വെച്ചാൽ കോസുമായിട്ട് കണക്റ്റഡ് ആണ്. കൊസൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, കോസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഏതൊരു വെക്ടറിനും നമുക്ക് ഈ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാം. അതിന്റെ അപ്പുറത്ത് ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാം. അപ്പൊ ഞാനൊരു 3 ആക്സിസ് വരയ്ക്കുകയാണ്, നേരത്തെ പോലെ തന്നെ. ഇത് Y ആൻഡ് ഇത് X, ഇത് Z. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വെക്ടർ മാർക്ക് ചെയ്യാണ്. ഏതൊരു വെക്ടർ ആയിക്കോട്ടെ, ഞാനിപ്പോൾ 3Dയിൽ, ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ 2Dയിൽ നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു P മാർക്ക് ചെയ്തു. ഇതാണ് വെക്ടർ P. ഓക്കെ, വെക്ടർ P അല്ല, പോയിന്റ് Pയിലുള്ള വെക്ടർ, പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ, ഈ കറസ്പോണ്ടിങ് വെക്ടർ X ആക്സിസുമായിട്ടും Y ആക്സിസുമായിട്ടും Z ആക്സിസുമായിട്ടും ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര മെഷർമെന്റ്, X ആക്സിസിൽ നിന്നും ഇത്ര മെഷർമെന്റ് മാറി, അതായത് ആ ആംഗിൾ മെഷർമെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഈ X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് ആൽഫ എന്നും, Y ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് ബീറ്റ എന്നും, Z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്
ഗാമ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആൻഡ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആൻഡ് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഗാമ എന്ന് പറയുന്നത്. അങ്ങനെ ആൽഫ ബീറ്റ ഗാമ അങ്ങനെ 3 ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആംഗിൾസിന്റെ കൊസൈൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ 3Dയിലെ 3 ഡയമെൻഷനിലെ ഏതൊരു പോയിന്റിനും എന്തുണ്ട്? ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ട്. കാര്യം ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട് ആൻഡ് ആ പൊസിഷൻ വെക്ടർ എക്സ് ആക്സിസുമായിട്ടും വൈ ആക്സിസുമായിട്ടും ഇസഡ് ആക്സിസുമായിട്ടും ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊസൈൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. സോ നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? കോസ് ആൽഫ. ഈ ആൽഫ എന്താണ്? എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, നമ്മുടെ വെക്ടർ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ആൻഡ് കോസ് ബീറ്റ, കോസ് ഗാമ, ഇവര് 3 പേരുമാണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വെച്ചാൽ. അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് ഏറ്റവും ഫസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡയറക്റ്റ് ആംഗിൾസ് തന്നിട്ട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറയും. ഭയങ്കര എളുപ്പമാണ്. ആംഗിൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം സപ്പോസ് 45 ഡിഗ്രി ആണ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയാം. കോസ് 45 1/√2 ആണ് വാല്യൂ. ഓക്കെ, ഇനി ഇതിന് നൊട്ടേഷൻ ഉണ്ട് കേട്ടോ. കോസ് ആൽഫയ്ക്ക് നമ്മൾ എൽ എന്ന് വിളിക്കും, സ്മോൾ ലെറ്റർ എൽ. കോസ് ബീറ്റയ്ക്ക് നമ്മൾ എം എന്ന് വിളിക്കും ആൻഡ് കോസ് ഗാമയ്ക്ക് നമ്മൾ എൻ എന്ന് വിളിക്കും. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് എപ്പോഴും എൽ ഇസിക്കൽ ടു എം ഇസിക്കൽ ടു എൻ ഇസിക്കൽ ടു എന്ന് എഴുതണം നിർബന്ധമില്ല. നിങ്ങൾക്ക് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് തന്നെ ഡയറക്റ്റ് എഴുതാം. പക്ഷെ മേ ബി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എൽ എം എൻ എന്ന് ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടായിരിക്കും വാല്യൂസ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തെറ്റിപ്പോകരുത്. കോസ് ആൽഫാനെ എൽ എന്ന്, കോസ് ബീറ്റാനെ എം എന്ന്, കോസ് ഗാമനെ നമ്മൾ എൻ എന്നും വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, കോസ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, നമുക്ക് വെക്ടർ ആണ് തരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്നത്? സപ്പോസ് ഞാനൊരു വെക്ടർ എഴുതി കാണിച്ചു തരാം. ആർ ഇസ് ഈക്വൽ ടു, കണ്ടോ ഇവിടെ ഈ വെക്ടർ ഞാൻ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നുണ്ടല്ലോ, വെക്ടർ ആണ് എന്ന് മീൻ ചെയ്യാനാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഫുള്ള് നിങ്ങൾ ഏത് വെക്ടർ എഴുതിയാലും ഇതുപോലെ ആരോ നിങ്ങൾ മുകളിൽ ഇട്ട് കൊടുത്തേക്കണേ. xi പ്ലസ് yj പ്ലസ് zk ഇതാണെന്ന് വിചാരിക്കുക നമ്മുടെ വെക്ടർ. അപ്പൊ ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു വെക്ടർ തന്നിട്ട് നിങ്ങളോട് ഡയറക്ഷൻ കൊസൈൻ ചോദിക്കുവാണെങ്കിൽ ഈ കോസ് ആൽഫ ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻ ഞാൻ എല്ലാം കൂടെ എഴുതാണ് കേട്ടോ. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു എൽ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കമ്പോണന്റ് എക്സ് ബൈ മോഡുലസ് ഓഫ് ആർ. കണ്ടോ, ഫസ്റ്റ് കമ്പോണന്റ് എഴുതുക, എന്നിട്ട് ഇതിന്റെ മോഡുലസ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വെക്ടറിന്റെ മോഡുലസ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. ആൻഡ് കോസ് ബീറ്റ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം കേട്ടോ. കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു y ബൈ മോഡുലസ് ഓഫ് ആർ. ആൻഡ് കോസ് ഗാമ ഇസ് ഈക്വൽ ടു n ഇസ് ഈക്വൽ ടു z ബൈ. ഇതാണ് ഒരു വെക്ടർ തന്ന എങ്ങനെ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ് ഇത്. ഓക്കെ, ഇനി ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാവേ. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. അതായത് നമുക്ക് ഏത് വെക്ടർ തന്നാലും അതിന്റെ കോഎഫിഷ്യൻസ് എഴുതി കൊടുത്താൽ മതി. അതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വെച്ചാൽ. ഇതേപോലെ ഇതേ വെക്ടർ തന്നെ ഇപ്പൊ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk ആണെന്ന് വിചാരിക്കുക. ക്യാപ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. എങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ ആകുന്നതെന്നൊക്കെ നമുക്ക് കമ്പോണൻസ് പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ ഈ ഐ ജെ കെ യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ക്യാപ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ എന്താ യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? മുകളിൽ ക്യാപ്പ് മാർക്ക് കണ്ടാൽ നിങ്ങൾ അത് ഓർത്തോണം, ദാറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇതാണ് ഞാൻ ആർ എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തു. ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി ഇത് വെച്ചിട്ടാണ് ഡയറക്ഷൻ റേഷ്യോസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. സ്മോൾ ലെറ്റർ എ ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ഐയുടെ കോഎഫിഷ്യന്റ്, രണ്ടാമത്തെ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ജെയുടെ കോഎഫിഷ്യന്റ്, ആൻഡ് ഫൈനലി സി ഈസ് ഈക്വൽ ടു കെയുടെ കോഎഫിഷ്യന്റ്. ഇത്രേ ഉള്ളൂ കാര്യം.
ഉണ്ടോ? ഇതാണ് ഡയറക്ഷൻ റേഷ്യോ ആൻഡ് ഡയറക്ഷൻ കോസൈൻ. ഈ ഡയറക്ഷൻ കോസൈൻ തന്നെ ആംഗിൾ തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ എന്താണ്, ഒരു വെക്ടർ തന്ന ഡയറക്ഷൻ കോസൈൻ കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ അതുകൂടാതെ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ഡയറക്ഷൻ റേഷ്യോ തന്നാലും നമുക്ക് ഡയറക്ഷൻ കോസൈൻ കണ്ടുപിടിക്കാൻ അറിയാം. മനസ്സിലായല്ലോ? അപ്പൊ അതായത് ഡയറക്ഷൻ റേഷ്യോ തരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തോണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിക്കുക. അത് വെച്ച് നിങ്ങൾക്ക് ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്തൂടെ? കറസ്പോണ്ടിങ് വെക്ടർ ഇതുപോലെ ആക്കി എടുക്കാമല്ലോ. നിങ്ങൾക്ക് IJK ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് ഡയറക്ഷൻ കോസൈനും കണ്ടുപിടിക്കാം. ഞാനിപ്പോ ചെയ്ത് കാണിച്ചൊരു ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാവേ. ഓക്കെ, സപ്പോസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, alpha is equal to 30 degree, beta is equal to 45 degree and gamma is equal to 60 degree. 60 മതി. 60 degree. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ കോസൈൻസ് മേ ബി ആൽഫ ബീറ്റ ഗാമ എന്ന് ഡയറക്റ്റ് തരണമെന്നില്ല. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെക്ടർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി, വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആൻഡ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. ഇങ്ങനെ തരുള്ളൂ. പക്ഷെ അത് നിങ്ങൾ ആ കറക്റ്റ് നൊട്ടേഷൻ ഇട്ട് കൊടുക്കുക. എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നെങ്കിൽ അത് ആൽഫ ആയിരിക്കും, വൈ ആക്സിസിന്റെ അത് ബീറ്റ, ഇസഡ് ആക്സിസിന്റെ അത് ഗാമ. ഓക്കെ, ഇനി നമുക്ക് എളുപ്പമല്ലേ ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട്? എന്ത് ചെയ്താൽ മതി? കോസ് ആൽഫ എടുത്താൽ മതി. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു കോസ് 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു √3/2. ഇനി കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു കോസ് 45 ഡിഗ്രി ഇസ് ഈക്വൽ ടു 1/√2 ആൻഡ് കോസ് ഗാമ ഇസ് ഈക്വൽ ടു കോസ് 60 ഇസ് ഈക്വൽ ടു എന്താണ് 1/2. കണ്ടോ? പെട്ടെന്ന് കിട്ടിയ ഡയറക്ഷൻ റേഷ്യോസ്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇനി അഥവാ നിങ്ങൾക്കൊരു ഒരു വെക്ടർ തന്നിട്ട് നിങ്ങളോട് ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈൻസും കണ്ടുപിടിക്കാൻ പറയാന്ന് വിചാരിക്കുക. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, R is equal to ഉണ്ടല്ലോ, ഇതാണ് വെക്ടർ R. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കോസൈൻസും കണ്ടുപിടിക്കണം. ഫൈൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കോസൈൻസ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസും കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കോസൈൻസും കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ആ ഒരു കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് A is equal to എന്താണ് 2, B is equal to 3 ആൻഡ് C is equal to -1. കണ്ടോ? ഇതുപോലെ തിരിച്ചും എഴുതാൻ പഠിക്കുക. അതായത് ഡയറക്ഷൻ റേഷ്യോസ് തരുവാണെങ്കിൽ അതിനെ വെക്ടർ ആക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ചെയ്താൽ മതി? ഡയറക്ഷൻ റേഷ്യോസിന്റെ കൂടെ നമ്മൾ IJK കറസ്പോണ്ടിങ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഡയറക്റ്റ് വെക്ടർ കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ റേഷ്യോ വെച്ചിട്ട് ഒരു ഇക്വേഷൻ, കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾ അത് റെഫർ ചെയ്യുക. അത് ഓർത്തിരുന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചാണ് ശരിക്കും ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഡയറക്ഷൻ റേഷ്യോ ഡയറക്ഷൻ കൊസൈൻസുമായിട്ട് എങ്ങനെ കണക്ട് ആയിരിക്കുന്നു എന്ന അതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ പിന്നെ ഇക്വേഷൻ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ബേസിക് ഇത് കണ്ടല്ലോ, ഡയറക്ഷൻ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കുകയാണ്. കോസ് ആൽഫ അല്ലെങ്കിൽ എന്താ അതിന്റെ വേറൊരു പേര് L is equal to എന്താ ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ മോഡുലസ് വേണം അല്ലെ? നമുക്ക് മോഡുലസ് വേണം. നമുക്ക് ആദ്യം മോഡുലസ് ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. R-ന്റെ മോഡുലസ്. അപ്പം ഈ നമ്മുടെ സെറ്റിലൊക്കെ പഠിച്ച മോഡല്ല ഇത്. ആ മോഡെന്ന് വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക്, മൈനസിന് പ്ലസ് ആക്കും. അതാണ് ആ മോഡ്. പക്ഷെ അത് ഇതല്ല. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ നമ്മുടെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇതാണ്. അതായത് √, എന്നിട്ട് ഈ കോഎഫിഷ്യൻസ് ഏതൊക്കെയാ? 2, 3, -1 ഇവരെല്ലാം സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. 2² + 3² + -1² കാണാം. ഇവിടെ കൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ മൈനസ് ഇട്ട് കൊടുക്കരുത്. അതായത് ഇടയ്ക്കെല്ലാം ഈ ഇൻ ബിറ്റ്വീൻ എല്ലാം നമ്മൾ പ്ലസ് ആണ് നമ്മൾ പുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് നമ്മൾ മൈനസ് വരുന്നത് ആ നമ്പറിന് മാത്രമാണ് മൈനസ് വരുന്നത്. അപ്പൊ ആ നമ്പറിനെ മാത്രം എടുത്ത് -1 ആണ്, -1നെ എടുത്തങ്ങ് സ്ക്വയർ ചെയ്യുക. എന്തായാലും അത് പൊയ്ക്കോളും.
അപ്പൊ എന്താ കിട്ടുന്നത്? റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 1 റൂട്ട് 14. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കിട്ടി, റൂട്ട് 14 കിട്ടി. അപ്പൊ ഇനി നമുക്ക് ചെയ്യാം കോസ് ആൽഫ ഈക്വൽ ടു എൽ ഈക്വൽ ടു എന്തായിരുന്നു ചെയ്യേണ്ടത്? എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ? അപ്പൊ എക്സിന്റെ കമ്പോണന്റ് എടുക്കുക 2 ബൈ മോഡുലസ് ഓഫ് ആർ റൂട്ട് 14. ഇനി കോസ് ബീറ്റ is equal to m is equal to y ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ വൈയുടെ കോഎഫിഷ്യന്റ് 3 ബൈ റൂട്ട് 14 ആൻഡ് കോസ് ഗാമ is equal to n is equal to -1 by ഇതിനൊരു ജസ്റ്റ് ഒരു ബ്രാക്കറ്റിൽ അങ്ങ് എഴുതിയേക്ക്. therefore direction cosines are ഒരു ഓപ്പൺ ബ്രാക്കറ്റിൽ 2 ബൈ റൂട്ട് 14 3 ബൈ റൂട്ട് 14 -1 ബൈ റൂട്ട് 14. നമ്മൾ കോർഡിനേറ്റ്സ് എത്തത്തില്ലേ അതേപോലെ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡയറക്ഷൻ റേഷ്യോ എന്നും ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വരാൻ ചാൻസ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ആംഗിൾ തന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഒരു വെക്ടർ തന്നാൽ അതിന്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും എടുക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അതില് ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ സീറോ വെക്ടർ ആണ്. നമ്മൾ സെറ്റ് പഠിച്ചപ്പോൾ ആദ്യം എം ടി സെറ്റ് പഠിച്ചില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് സീറോ വെക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ സീറോ വെക്ടർ. നിങ്ങൾ ടെക്സ്റ്റിൽ ഈ ടൈപ്സിന്റെ എല്ലാം ഡെഫിനിഷൻ കിടപ്പുണ്ട്. അപ്പൊ അത് ബൈ ഹാർട്ട് ചെയ്യണം അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണ് കാര്യം എന്ന് വെച്ചാൽ മേ ബി അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി ഇതിന്റെ കൃത്യം നോട്ട്, അതായത് കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ടൊന്നും ഞാനിപ്പോ ഇവിടെ എഴുതുന്നില്ല. ഡെഫിനിഷൻ എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, ടെക്സ്റ്റ് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പൊ സീറോ വെക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? 0i plus 0j plus 0k അത്രേ ഉള്ളൂ സീറോ വെക്ടർ. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും ആൻഡ് കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിരിക്കും. അതിനാണ് നമ്മൾ സീറോ വെക്ടർ എന്ന് വിളിക്കുന്നത്. വെറുതെ ഒരു 0 ഇട്ടാൽ അത് വെക്ടർ അല്ലേ? യെസ്, ദാറ്റ് ഇസ് എ വെക്ടർ. കാരണം എന്താ? 0 is equal to 0i plus 0j plus 0k. അത് സീറോ വെക്ടർ ആണ്. 0i plus 0j plus 0 ആണ്. കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിട്ടുള്ളതിനാണ്, അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സ് എല്ലാം 0 ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീറോ വെക്ടർ എന്ന് വിളിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഞാൻ നേരത്തെ യൂണിറ്റ് വെക്ടറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, IJKയുടെ കാര്യം പറഞ്ഞപ്പോൾ ക്യാപ്പ് ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു യൂണിറ്റ് വെക്ടേഴ്സിനെ എല്ലാം നമ്മൾ ഐഡന്റിഫൈ എങ്ങനെയാണ്? ഈ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ നോർമൽ വെക്ടേഴ്സിന് ഞാൻ പറഞ്ഞു നമ്മൾ മുകളിൽ ആരോ ഇടാറുണ്ട് അല്ലെ? അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് എ വെക്ടർ. അപ്പൊ അതുപോലെ തന്നെ ഈ ക്യാപ്പ് കണ്ടാൽ നിങ്ങൾ ഓർത്തോണം ദാറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇത് യൂണിറ്റ് വെക്ടറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പം എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആക്കിയാൽ അതിന്റെ എ ക്യാപ്പ് എന്നാകും അതിന്റെ പേര്. കണ്ടോ? ഇത് യൂണിറ്റ് വെക്ടർ ആണ് എന്ന് മനസ്സിലാക്കിക്കോളാം. ആൻഡ് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നെ നമുക്ക് യൂണിറ്റ് വെക്ടർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ ഒരു വെക്ടർ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് ദാറ്റ് യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു എ ബൈ മോഡുലസ് ഓഫ് എ. കണ്ടോ? അതായത് ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അതെന്തോ ആയിക്കോട്ടെ, ഏതൊക്കെ കോഎഫിഷ്യൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ അതേ ഡയറക്ഷനിലുള്ള വേറൊരു യൂണിറ്റ് വെക്ടർ, അതിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണെങ്കിൽ സെയിം വെക്ടറിന്റെ പേര് തന്നെ, ഇപ്പൊ എ എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെക്ടറിന്റെ പേരെങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്താണ്? എ ക്യാപ്പ്. അതിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിന്റെ പേര് എ ക്യാപ്പ് എന്നാണ്. ആൻഡ് എ ക്യാപ്പ് എന്താണ്? എ ബൈ മോഡുലസ് ഓഫ് എ. അതായത് അതേ വെക്ടറിനെ തന്നെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടും. നമ്മളിപ്പോ ചെയ്യും കേട്ടോ, പ്രോബ്ലംസ് ചെയ്യും, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ഇതാണ് യൂണിറ്റ് വെക്ടർ. ആൻഡ് മൂന്നാമത്തെ വെക്ടർ
co-initial vector. Co-initial vectors. Co-initial vectors എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ മീനിങ് പോലെ തന്നെ ഇനീഷ്യൽ പോയിന്റ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? co-initial vectors എന്ന് വിളിക്കുന്നത്. അപ്പൊ സപ്പോസ് ഈ ഒരു പോയിന്റ് എന്താ, ഞാൻ ഇങ്ങനെ ഒരു വെക്ടർ മാർക്ക് ചെയ്യുന്നു ആൻഡ് ഇങ്ങനെ ഒരു വെക്ടർ മാർക്ക് ചെയ്യുന്നു. ഇത് എ, ഇത് ബി. കണ്ടോ? എ ആൻഡ് ബി ആർ co-initial vectors. ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. അപ്പൊ എക്കും ബിക്കും സെയിം ഇനീഷ്യൽ പോയിന്റ് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? co-initial vectors എന്ന് വിളിക്കാം. ആൻഡ് ഫോർത്ത് വൺ collinear. collinear vectors. അതായത് ഈ എന്താണ്, നമ്മൾ സ്ട്രേറ്റ് ലൈൻ പഠിച്ചപ്പോൾ നമ്മൾ കൊളീനിയാരിറ്റി പഠിച്ചായിരുന്നു. എന്താണ് കൊളീനിയാരിറ്റി? സെയിം ലൈനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളീനിയർ പോയിന്റ്സ്. അതായത് കുറച്ച് പോയിന്റ്സ് ഒരേ ലൈനിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ്സ് നമുക്ക് എന്ത് വിളിക്കാം? കൊളീനിയർ പോയിന്റ്സ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കൊളീനിയാരിറ്റിയിൽ. ഇവിടുത്തെ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുമ്പം ഈ നമ്മുടെ കൊളീനിയർ ആയിട്ടുള്ള വെക്ടേഴ്സ് സെയിം ലൈനോട് തന്നെ പാരലൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സെയിം ലൈനിൽ പാസ് ചെയ്ത് പോകുന്നപ്പം അതിന്റെ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. വാട്ട് എവർ ബി ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, അത് ഒരു പർട്ടിക്കുലർ ലൈന് പാരലൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെയിം ലൈന് തന്നെ പാരലൽ ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. സപ്പോസ് എയും ബിയും രണ്ട് വെക്ടേഴ്സ് സി എന്ന് പറയുന്ന ഒരു വെക്ടറിന് പാരലാണ്. രണ്ടുപേരും പാരലാണ്. എയും പാരലൽ ടു സി ആണ്, ബിയും പാരലൽ ടു സി ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എങ്ങനെയായിരിക്കും? കൊളീനിയർ വെക്ടേഴ്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിനകത്ത്. അപ്പൊ കൊളീനിയർ വെക്ടേഴ്സ് കഴിഞ്ഞു. ആൻഡ് ഫിഫ്ത്ത് വൺ ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആൻഡ് ഡയറക്ഷൻ, അല്ലെ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആകുക എന്ന് വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം പോരാ, രണ്ട് പാർട്ടും ഈക്വൽ ആയിരിക്കണം. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? അവർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം കേട്ടോ. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള വെക്ടേഴ്സ് പലതുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അവരുടെ ഡയറക്ഷൻ സെയിം ആകണമെന്നില്ല, കമ്പോണൻസ് സെയിം ആവണമെന്നില്ല. അതും കൂടെ ഞാൻ പ്രോബ്ലം അടുത്ത നെക്സ്റ്റ് ചെയ്യാൻ നേരത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഈക്വൽ വെക്ടേഴ്സ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ വരുന്നത് നെഗറ്റീവ് ഓഫ് എ വെക്ടർ. അതാണ് സിക്സ്ത് വൺ വരുന്നത്. നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് വെച്ചാൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതിനാണ് നമ്മൾ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോൾ എ ബി അങ്ങനെ രണ്ട് വെക്ടേഴ്സ്, അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. ഒരെണ്ണം സൗത്തിലോട്ടാണെങ്കിൽ ഒരെണ്ണം നോർത്തിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനാണ് ഇതിന്റെ സൈൻ ഡിസൈഡ് ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് സെയിം ആകണമെന്ന് വിചാരിച്ചിട്ട് അവർ ഈക്വൽ ആകും. നമ്മൾ ഇവിടെ പറഞ്ഞു ഈക്വൽ ആകണമെങ്കിൽ രണ്ടും ഈക്വൽ ആകണം. അപ്പൊ ഈ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഫൈനലി സെവൻത് വൺ ഫ്രീ വെക്ടേഴ്സ്. ഈ ഫ്രീ വെക്ടേഴ്സ് അതിൽ ഇങ്ങനെ നമ്പേർഡ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ, താഴെ ഒരു റിമാർക്ക് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ റിമാർക്കിൽ ആണ് ഈ ഫ്രീ വെക്ടർ എന്താണെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫ്രീ വെക്ടർ മീൻസ് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ആയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് ഫ്രീ വെക്ടേഴ്സ് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഇനീഷ്യൽ പോയിന്റോ കൃത്യമായിട്ടൊരു ഫൈനൽ പോയിന്റോ ഇല്ലാത്ത വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. കാര്യം ഇപ്പൊ ഞാനൊരു വെക്ടർ പറയാണ് 2i + 3j + 5k ഇങ്ങനൊരു വെക്ടർ. ഈ വെക്ടർ തന്നെ അതിന്റെ പാരലായിട്ട് സ്പേസിൽ വേറൊരു സ്ഥലത്ത് നമുക്ക്
ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, സെയിം മാഗ്നിറ്റ്യൂഡിലും സെയിം ഡയറക്ഷനിലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ യുണീക്ക് വെക്ടേഴ്സ് അല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷനും വെച്ച് സ്പേസിൽ പല സ്ഥലത്തും ഒരേ വെക്ടർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതായത് 2i + 3j + 5k ഞാൻ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മൈനസ് വന്നാലും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഒന്നും വരത്തില്ലല്ലോ, കാര്യം നമ്മൾ സ്ക്വയർ ചെയ്ത് എടുക്കുന്നത് മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ നേരത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് എങ്ങനെ സൈൻ ചേഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സെയിം മാഗ്നിറ്റ്യൂഡിലും സെയിം ഡയറക്ഷനിലും, അതായത് പാരലായിട്ട് കൊടുത്താൽ മതിയല്ലോ, സെയിം ഡയറക്ഷൻ വരത്തില്ലേ. അപ്പൊ സെയിം മാഗ്നിറ്റ്യൂഡിലും സെയിം ഡയറക്ഷനിലും പല സ്ഥലത്ത് സ്പേസിൽ തന്നെ പല സ്ഥലത്തും നമുക്ക് ഈ വെക്ടർ റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന വെക്ടേഴ്സിന് ഇങ്ങനെ കറക്റ്റ് ഒരു ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് സെറ്റ് ചെയ്യണ വെക്ടർ യൂണീക്ക് ആയി പോകും. അങ്ങനെയുള്ള വെക്ടേഴ്സ് അല്ല നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്, ഫ്രീ വെക്ടേഴ്സ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രീ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ. നിങ്ങൾ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചേക്കുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും ഞാൻ ഇവിടെ എഴുതുന്നില്ല കേട്ടോ. ഓക്കെ, ഇത്രയും ടൈപ്പ് വെക്ടേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ ഫ്രീ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ റിമാർക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ ഈ 6 ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത്. സീറോ വെക്ടർ, യൂണിറ്റ് വെക്ടർ, കോഇനീഷ്യൽ, കൊളീനിയർ, ഈക്വൽ വെക്ടർ ആൻഡ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഓരോ ടൈപ്പും, എങ്ങനെയാണ് അവരുടെ ഒരു ഡെഫിനിഷൻ പോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക, ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനകത്തിനി നമ്മുടെ യൂണിറ്റ് വെക്ടർ, പിന്നെന്താ ഒരു കോഇനീഷ്യൽ, കൊളീനിയർ, ഈക്വൽ വെക്ടേഴ്സ്, ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ യൂണിറ്റ് വെക്ടറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾക്ക് ഒരു വെക്ടർ അവൈലബിൾ ആണ്, A = ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള വെക്ടർ. നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഇതാണ്, ആൻഡ് ഇതേ ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്ടർ. ഈയുടെ അതേ ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞു, ആൻഡ് ദാറ്റ് യൂണിറ്റ് വെക്ടർ ഈസ് A ക്യാപ്. യൂണിറ്റ് വെക്ടർ നമ്മൾ ക്യാപ്പ് ഇട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ക്യാപ്പ് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം അത് യൂണിറ്റ് വെക്ടർ ആണ്. A ക്യാപ് = ഞാൻ അവിടെ കഴിഞ്ഞ പ്രീവിയസ് പേജിൽ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, വെക്ടർ A ബൈ മോഡുലസ് ഓഫ് A. ഓക്കെ, വെക്ടർ എന്ന് വെച്ചാൽ വെക്ടർ A തന്നെ അങ്ങ് എഴുതി കൊടുക്കുക, 2i - j + 3k. നിങ്ങൾ ഇവിടെ i, j, k ഒക്കെ ക്യാപ്പ് ഇട്ടേക്കണം കേട്ടോ. ബൈ മോഡുലസ്. മോഡുലസ് എങ്ങനെയായിരുന്നു? √ ഈ കോഎഫിഷ്യന്റിന്റെ എല്ലാം സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ = 2i - j + 3k ബൈ √ 4 + 1 + 9. 4 + 1 + 9, and that is നേരത്തെ ചെയ്ത പോലെ തന്നെ 14 ആണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഓരോ കോഎഫിഷ്യന്റിനും ഈ ഡിനോമിനേറ്റർ ഒന്ന് കൊടുത്തേക്കണേ. 2/√14i - 1/√14j + 3/√14k. കണ്ടോ, ഇതാണ് നമുക്കൊരു വെക്ടർ തന്നാൽ അതിന് സെയിം ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. ക്യാപ്പിന്റെ കാര്യം മറന്നു പോരുത്, A ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ R ആണെന്നുണ്ടെങ്കിൽ R ക്യാപ്പ്, B ആണെന്നുണ്ടെങ്കിൽ B ക്യാപ്പ്, അങ്ങനെ. ആൻഡ് ഇതുപോലെ തന്നെ യൂണിറ്റ് വെക്ടറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അവർ യൂണിറ്റ് വെക്ടറിന്റെ കാര്യമൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വെക്ടർ തന്നിട്ട്
ഇതേ ഡയറക്ഷനുള്ള വേറൊരു വെക്ടർ കണ്ടുപിടിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വെക്ടർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വേറൊരു വെക്ടർ കണ്ടുപിടിക്കുകയും വേണം. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വരെ നമുക്ക് തന്നിട്ടുണ്ട്, 7 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് അവർ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്, വേറൊരു വെക്ടറും കൊടുക്കണം നമ്മൾ. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്സ് ആണ് കേട്ടോ. അതായത് ഇതേ കാര്യം തന്നെ ചെയ്യുക. അതായത് ഫസ്റ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ സെയിം ഡയറക്ഷൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, അവിടെ യൂണിറ്റ് വെക്ടർ എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ വെക്ടറിന്റെ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ യൂണിറ്റ് വെക്ടർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ക്യാപ് ഇസ് ഈക്വൽ ടു എ ബൈ മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 2i മൈനസ് 3j ആണ്. 2i minus j by root of 2 square minus 1 square. 2i minus j root of 4 plus 1 5. അപ്പൊ 2 by root 5 I minus 1 by root 5 j. ഇതാണ് യൂണിറ്റ് വെക്ടർ. ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഇവിടെ നോക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് 7 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ റിക്വയർഡ് വെക്ടർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഈ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു തന്നിരിക്കുന്ന മാഗ്നിറ്റ്യൂഡിന്റെ യൂണിറ്റ് വെക്ടർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 8 ആണ് തന്നിരിക്കുന്നത്, 8 യൂണിറ്റ് വെക്ടർ ചെയ്യുക. 10 ആണ് തന്നിരിക്കുന്നത്, 10 യൂണിറ്റ് വെക്ടർ ചെയ്യുക. ഇനി അതുമല്ല നെഗറ്റീവ്സ് വരത്തില്ല കേട്ടോ, മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് ആകത്തില്ല, നിങ്ങൾക്ക് അറിയാലോ റൂട്ടിനകത്താണ്, ഇപ്പം നെഗറ്റീവ് വരത്തില്ല. റിയൽ നമ്പർ സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്നത്തെ റൂട്ടിനകത്ത് നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇനിയിപ്പോൾ 100 ആണ് മാഗ്നിറ്റ്യൂഡ് വന്നിരിക്കുന്നെങ്കിൽ 100 യൂണിറ്റ് വെക്ടർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്നാ കിട്ടും? 7 ഈ ഓരോ ടൈമിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 2 14 by root 5i മൈനസ് 7 × 1 7 by root 5j. അപ്പം നിങ്ങൾ എന്താ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മളൊരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ന്യൂമറേറ്ററുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിനോമിനേറ്റർ നമ്മൾ തൊടാറില്ല. അപ്പൊ അതുകൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് സിംഗിൾ നമ്പർ ആണല്ലോ, ഇപ്പം 7 × 2 ന്യൂമറേറ്ററുമായിട്ട് ചെയ്താൽ മതി. 14 by root 5 ആൻഡ് മൈനസ് 7 by root 5j. കണ്ടോ, ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് വെക്ടറിന്റെ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, കേട്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഡയറക്ഷൻ വെച്ചിട്ട് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രാഫിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെക്സ്റ്റിലെ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ, എക്സാമ്പിൾസിൽ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം ആണ് ഇത്. എനിക്കൊന്ന് ഇപ്പം നമ്മൾ ചെയ്തതും ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്ക്. ഇനി അതും അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ തേർഡ് വൺ എന്ന നമ്പർ ഇടുകയാണ്. ഫസ്റ്റ് 2 യൂണിറ്റ് വെക്ടറിന്റെ ആയിരുന്നു, ആൻഡ് തേർഡ് വൺ represent graphically represent ചെയ്യാനുള്ളതാണ്. represent graphically എന്താണ്? 40 kilometer displacement which is 30 degree west of south. ആണോ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ തന്നിരിക്കുന്നത് 40 കിലോമീറ്റേഴ്സ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല കറക്റ്റ് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, എത്ര ഡിഗ്രി സൗത്ത് വെസ്റ്റ്, അങ്ങനെ നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ സൗത്ത് വെസ്റ്റ് എന്നൊക്കെ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്താ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ മാപ്പിലൊക്കെ വരയ്ക്കാറില്ലേ, അതേപോലെ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ എഴുതാൻ പറ്റും. ഇത് നോർത്ത്, ഇത് സൗത്ത്, നമുക്ക് അറിയാവുന്ന കാര്യം. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് തിരിഞ്ഞു പോകുന്നത് കേട്ടോ, ലെഫ്റ്റില് വെസ്റ്റും റൈറ്റിലാണ് ഈസ്റ്റ്. തിരിച്ച് എഴുതി വെക്കരുത്, ഇവിടെ വെസ്റ്റ് ഇവിടെ ഈസ്റ്റ്. കണ്ടോ, ഇത് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഈ നിങ്ങൾക്ക് എന്താ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നൊക്കെ കാണുവാണെങ്കിൽ തന്നെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വേണം ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ പോയി നിങ്ങൾ XY ആക്സിസ് ഒന്നും വരയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതേപോലെ ഇത് ആക്സിസ് തന്നെയാണ്, ആൻഡ് അതിൻ്റെ അകത്ത് നമ്മൾ
ഇത് നോർത്ത് സൗത്ത് അതൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിനെ മാർക്ക് ചെയ്യാം. ഒരു 40 കിലോമീറ്റേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത്. 40 കിലോമീറ്റേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ പൊസിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? 30 ഡിഗ്രി വെസ്റ്റ് ഓഫ് സൗത്ത്. അതായത് സൗത്തിൽ നിന്നും, സൗത്തിന്റെ ലൈൻ എങ്ങനെയാണ് നടക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, കാണാലോ അല്ലെ? സൗത്തിൽ നിന്നും ഈസ്റ്റിലോട്ടും നമുക്ക് പോവാം, വെസ്റ്റിലോട്ടും പോവാം. അപ്പൊ എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞിരിക്കുന്ന? വെസ്റ്റിലോട്ട് പോകാനാ പറഞ്ഞിരിക്കുന്നത്. എത്ര ഡിഗ്രി? ഇതിപ്പോ 0 ഡിഗ്രിയിൽ നിൽക്കുക സൗത്ത്. ഇതിങ്ങനെ മാറുന്നതനുസരിച്ച് വെസ്റ്റിലോട്ട് പോവാം, ഇതിങ്ങനെ ഡിഗ്രി മാറുന്നതനുസരിച്ച് സൗത്തിലോട്ടും പോവാം. ഇപ്പൊ ഈ എന്താ ഈ സൗത്ത് ലൈൻ ഞാനിപ്പോ മാറ്റാൻ പോവാണ്. വെസ്റ്റിന്റെ സൈഡിലോട്ടാണ് മാറ്റേണ്ടത് കേട്ടോ. വെസ്റ്റിന്റെ സൈഡിലോട്ട് എത്ര ഡിഗ്രി മാറ്റണം? 30 ഡിഗ്രി. ഇതിപ്പം ഇനീഷ്യൽ പൊസിഷനിൽ 0 ഡിഗ്രി ആണ്. ആൻഡ് മൂവ് ചെയ്ത് ഇത് 30 ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ട്. ഏത് ഡയറക്ഷനിൽ? വെസ്റ്റിന്റെ ഡയറക്ഷനിൽ. കണ്ടോ? 40 കിലോമീറ്റർ മാഗ്നിറ്റ്യൂഡും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്ക്. കണ്ടല്ലോ? ഇതാണ് ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ. ആൻഡ് നമുക്കൊരു ഫിഗർ വരച്ചിട്ട് ചെയ്യാം. ഫിഗർ എന്ന് വെച്ചാൽ ഇതും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം ഫിഗർ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി ആൻഡ് ദിസ് ഇസ് ഡി. നമ്മൾ നോർമലി വെക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഈ പോയിന്റ്സ് വരുന്ന സിറ്റുവേഷൻസിലാണ് നമുക്ക് എ ബി സി അങ്ങനത്തെ ഡിനോഷൻ വരുന്നത്, ക്യാപിറ്റൽ എ ബി സി വരുന്നത്. ഇതല്ലാതെ ഡയറക്റ്റ് വെക്ടർ ഡിനോഷൻ ആണെങ്കിൽ ഇത് സ്മോൾ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് ഈക്വൽ വെക്ടേഴ്സ്. ഇല്ല, ഈക്വൽ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഈക്വൽ വെക്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം സെയിം ഡയറക്ഷൻ ആയിരിക്കണം, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. നിങ്ങൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതില്ല, ഫ്രീ വെക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ പാരലൽ ആയിട്ടിരിക്കുന്നവർക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് വരാം അല്ലെ? നോക്കി, ഇവരുടെ രണ്ടുപേരുടെ ഡയറക്ഷനും സെയിം തന്നെ അല്ലേ? ഇവര് പാരലാണ്. ആൻഡ് ഇവിടെ ഞാൻ വരച്ചപ്പോൾ ഇത്തിരി ലെങ്ത് കൂടിപ്പോയി, മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റിൽ പക്കയാണ് കേട്ടോ. എയും സിയും ഒരേപോലെയാണ് വരച്ചിരിക്കുന്നത്. സോ എയും സിയും നമ്മുടെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. നോക്കിയ ഡയറക്ഷനും സെയിം തന്നെ അല്ലേ? അപ്വേർഡ്സ് ആണ്. അപ്പൊ നോക്കിക്കേ, എ ആൻഡ് സി ഇവർ രണ്ടുപേരുമാണ് ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിൽ ഈക്വൽ വെക്ടേഴ്സ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് കോ ഇനീഷ്യൽ. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്താണ്? കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. സെയിം ഇനീഷ്യൽ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ. അപ്പൊ നോക്കിയാൽ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ ഒരു ഇനീഷ്യൽ പോയിന്റ് ഇതാണ് സി, ഡി, ബി. അപ്പൊ ഏതൊക്കെയാണ്? ബി, സി ആൻഡ് ഡി. ഇവര് മൂന്ന് പേരും സെയിം ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ കോ ഇനീഷ്യൽ ആണ്. ആൻഡ് ഫൈനലി കൊളീനിയർ. കൊളീനിയർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞു പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സിനാണ് നമ്മൾ കൊളീനിയർ എന്ന് വിളിക്കുന്നത്. ഈ സിയും ഡിയും കണ്ടാൽ തന്നെ എല്ലാവരും കൊളീനിയർ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേന്ന്. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ ഒന്നും നിങ്ങൾ നോക്കണ്ട, അവര് പാരലൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കിയേ, ഈ സിയും എയോട് പാരലാണ്, ഡിയും ഈ എ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിയും പാരലാണെന്ന് കിട്ടും. ഇനി അത് മാത്രമല്ല, നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ച പോലെ നോക്കിയാൽ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലാണ് സിയും ഡിയും കിടക്കുന്നത്. സോ ദാറ്റ് ഇസ് കൊളീനിയർ. ആൻഡ് ഓൾസോ എയോട് പാരലാണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കൊളീനിയർ വെക്ടേഴ്സ്? ഏതൊക്കെയാണ്? എ ഉണ്ട്, സി ഉണ്ട് ആൻഡ് ഡി. കണ്ടോ? ഈക്വൽ ഈ ഫിഗറിൽ നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് കണ്ടുപിടിച്ചു, കോഇനീഷ്യൽ കണ്ടുപിടിച്ചു, കൊളീനിയർ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക്
ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, അതാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ ഹെഡിങ് വെക്ടർ അഡീഷൻ എന്ന് തന്നെയാണ് കേട്ടോ. വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ. അപ്പൊ വെക്ടർ അഡീഷൻ നിങ്ങൾക്ക് അറിയാം, രണ്ട് കറസ്പോണ്ടിങ് വെക്ടേഴ്സ് തരുവാണ്, നിങ്ങൾക്ക് ആഡ് ചെയ്യാനാണ്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാവേ. ഇവരെ തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യേണ്ടത്? ഐയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക, ജെയുടെ ആഡ് ചെയ്യുക, ആൻഡ് കെയുടെ കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2i പ്ലസ് ഐ എന്താണ് 3i മൈനസ് 5 പ്ലസ് 3. അപ്പൊ ഏതാ റൂള്? ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് ഹയസ്റ്റിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ -5 ആൻഡ് 3, സോ 5 minus 3 2. ഹയസ്റ്റിന്റെ സൈൻ മൈനസ് ആണ്, ആൻഡ് 2j. then 3 plus 2 5k. a plus b കണ്ടോ? എളുപ്പമാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ലോ ഉണ്ട്, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞിട്ട്. അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പറയാം കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നും കൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾ ലോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ട്രയാങ്കിൾ ലോ എന്ന് വെച്ചാൽ രണ്ട് വെക്ടേഴ്സ്, അതായത് ഞാൻ മാർക്ക് ചെയ്യുന്ന വെക്ടേഴ്സ് നിങ്ങൾ കണ്ടോ, എ ബി സി. കണ്ടോ? എ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, റൈറ്റിലോട്ടാണ്, ആൻഡ് ബി സി അപ്വേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമ്മ് എ ബി പ്ലസ് ബി സി എന്ന് വെച്ചാൽ എ സി ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ വന്നു മുകളിലോട്ട് പോയി, ഓട്ടോമാറ്റിക്കലി അത് താഴത്തോട്ടാണ് വരേണ്ടത്. പക്ഷെ അഡിഷൻ ചെയ്യാൻ നേരത്തെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ എ ബി ഇങ്ങോട്ട് ആൻഡ് ബി സി ആൻഡ് എ സി വരാൻ നേരത്ത് ഈ എ ബി എ സി ആ പോയിന്റിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. എയിൽ നിന്ന് ബിയിലോട്ട്, ബിയിൽ നിന്ന് സിയിലോട്ട്. ഫൈനൽ ആൻസർ വരുന്നത് എയിൽ നിന്ന് സിയിലോട്ട്. അതായത് എ സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി. ഇതാണ് ട്രയാങ്കിൾ ലോ എന്ന് വെച്ചാൽ. രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുകയാണെങ്കിൽ അവരുടെ എന്താ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാറില്ലേ? ഇതിപ്പം ഡിസ്റ്റൻസ് ആണല്ലോ ഇങ്ങനെ കൊടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എടുക്കാൻ നേരത്തെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ എ സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി. ഓക്കെ, അപ്പൊ ഇതാണ് ട്രയാങ്കിൾ ലോ എന്ന് വെച്ചാൽ. ഇത് വെച്ചിട്ട് നമുക്ക് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഈ ട്രയാങ്കിൾ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. അതായത് ഓർഡർ തിരിഞ്ഞാലും ഓർഡർ റിവേഴ്സ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു പാരലോഗ്രാം അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഇപ്പം ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ പാരലോഗ്രാം ലോ ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും. അതേ സാധനം തന്നെയാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഞാൻ. അതായത് ഒരു പാരലോഗ്രാം വരയ്ക്കുന്നത്. പാരലോഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ രണ്ട് സൈഡ് എടുക്കാം. ഓക്കെ, ഇത് സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യാം. എ ബി സി. ഞാനൊരു ഡയഗണൽ വരയ്ക്കുകയാണ്.
ഓക്കെ, ഡയഗണൽ വരച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. എ ബി സിയും എ ഡി സി 2 ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. അപ്പൊ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയിൽ നമ്മുടെ ലോ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ട്രയാങ്കിൾ എ ബി സിയിൽ ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി, ഇങ്ങനല്ലേ കിട്ടുന്നത്? എ സി എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. അപ്പോൾ എ സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി, ശരിയല്ലേ? എ ബി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഇവിടെ എ എന്ന് കൊടുക്കുകയാണ്, ഇത് ബി. പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് ബി. അപ്പൊ ഇതിന് പകരം എന്ത് എഴുതാൻ പറ്റും? എ ബി എന്ന് വെച്ചാൽ എ പ്ലസ് ബി. ഓക്കെ, രണ്ടാമത്തെ ട്രയാങ്കിൾ എ ഡി സി എടുക്കുക. ട്രയാങ്കിൾ എ ഡി സി, ഈ ട്രയാങ്കിൾ എ ഡി സിയിൽ നോക്കിക്കതേ, എയിൽ നിന്ന് ഡിയിലോട്ട്, ഡിയിൽ നിന്ന് സിയിലോട്ട്, എന്നിട്ട് ഇങ്ങോട്ടാണ് വരേണ്ടത്. പക്ഷേ നമ്മുടെ ട്രയാങ്കിൾ ലോ അനുസരിച്ച് നോക്കിക്കേ, എയിൽ നിന്ന് സിയിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. സോ ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സി ഇസ് ഈക്വൽ ടു എ ഡി പ്ലസ് ഡി സി, എ ഡി പ്ലസ് ഡി സി എന്ന് പറയാൻ പറ്റും. എ ഡി പ്ലസ് ഡി സി. ഓക്കെ, എ ഡി എന്താണ്? ബി. ഡി സി എന്താണ്? എ. കണ്ടോ, ഇവിടെ രണ്ടിടത്തും നമ്മൾ എ സി തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ എ സി എന്താണ് കിട്ടി? ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടി. ഇവിടെ എ സി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ, രണ്ടും എ സി തന്നെയാണല്ലോ. അപ്പൊ എന്ത് പറയാൻ പറ്റും? therefore എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. ഇതങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. മേ ബി ചോദിച്ചാൽ, അതായത് എപ്പോഴെങ്കിലും എന്താണ് വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഒന്ന് ഷോ ചെയ്താൽ മതി. ഇതിങ്ങനെയാണ് കേട്ടോ. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, എ തൊട്ട് ബി, എ ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എയിൽ നിന്ന് ബിയിലോട്ട്, എയിൽ നിന്ന് ഡിയിലോട്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്നിട്ട് പാരലോഗ്രാം സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പാരലോഗ്രത്തിന്റെ ഫിസിക്സിൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ആദ്യം 2 വെക്ടേഴ്സ് ആണ്, അതിന്റെ ഡയഗണൽ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മാർക്കിങ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇത് ആദ്യം ഇത് രണ്ടും വരയ്ക്കുക, എന്നിട്ട് കറസ്പോണ്ടിങ് ഡയറക്ഷൻ, എയിൽ നിന്ന് ബിയിലോട്ട്, ബിയിൽ നിന്ന് സിയിലോട്ട്, എയിൽ നിന്ന് ഡിയിലോട്ട്, ഡിയിൽ നിന്ന് സിയിലോട്ട്, എന്നിട്ട് ഡയഗണൽ വരച്ചു കൊടുക്കുക. ആ ഡയഗണൽ വരയ്ക്കാൻ നേരത്ത് ഇതുപോലെ ഡയറക്ഷൻ ഇടുമ്പോൾ ഇന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മതി. കറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ കിട്ടിക്കോളും. ഓക്കെ, ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല. മേ ബി ചോദിച്ചാൽ കുറച്ച് പോർഷനൊക്കെ, കുറേയധികം പോർഷൻ 3D നിന്നും വെക്ടറിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത നമ്മുടെ കോൺസെപ്റ്റ് കമ്പോണൻസ് ഓഫ് എ വെക്ടർ ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഐ ജെ കെ ഒക്കെ എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് നമ്മൾ ഐ ജെ കെ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്പേസ് അതാണ്. അപ്പൊ നമുക്ക് കമ്പോണൻസ് ഓഫ് വെക്ടർ പഠിക്കാം. കമ്പോണൻസ് ഓഫ് വെക്ടർ. അപ്പൊ കമ്പോണൻസ് ഓഫ് വെക്ടർ പഠിക്കാനായിട്ട് ഞാൻ നേരത്തെ പോലെ ഒന്ന് ആക്സിസ് വരയ്ക്കുകയാണ്. ഇത് y ആക്സിസ്, x ആക്സിസ്, z ആക്സിസ്. നമ്മൾ 2D വരയ്ക്കാൻ നേരത്തെ എപ്പോഴും വരയ്ക്കുന്നത് എക്സ് ഇവിടെ, വൈ ഇവിടെ, ആ ഫോമിലാണ്. അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് നമ്മൾ എപ്പോഴും എക്സ് ഇടാൻ നോക്കും. പ്രിഫേർഡ് ടെക്സ്റ്റിൽ നമുക്ക് എപ്പോഴും എക്സ് ആക്സിസ് ഈ സൈഡിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എക്സ് വൈ ഇവിടെ ഇട്ടെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും തമ്മിൽ 90 ഡിഗ്രി ചേഞ്ച് തന്നെയാണ്. അപ്പം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എക്സ് വൈ ഈ ഒരു ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഞാൻ ഓരോ ആക്സിസിലും ഞാൻ ഓരോ പോയിന്റ് വീതം മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇത് വൈ ആക്സിസിൽ ഇപ്പൊ 1 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് ഞാൻ ഈ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഒറിജിനുമായിട്ട് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ. സോ വൈ ആക്സിസിലെ പോയിന്റ് എങ്ങനെ ആയിരിക്കും വരുന്നത്? എക്സിന്റെയും ഇസഡിന്റെയും കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. നിങ്ങൾ 2D വരയ്ക്കാൻ നേരത്ത് ഓൺ ദ എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസിലെ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ 3Dയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എക്സും ഇസഡും 0 ആയിരിക്കും, വൈ മാത്രം ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എക്സിനും ഇസഡിനും.
അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യാൻ നേരത്ത് y മാത്രമേ ഉള്ളൂ, 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് x 0 y 1 0. ഇനി x ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിലോ 1 0 0 ആൻഡ് z ആക്സിസിൽ മാർക്ക് ചെയ്യാൻ നേരത്ത് 0 0 1. എല്ലാം ഞാൻ 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ് കേട്ടോ. ഇത് A, B, C 3 പേര് കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. A, B, C എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാം. OA എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ് മാഗ്നിറ്റ്യൂഡ് അല്ലെ. കാര്യം നിങ്ങൾക്ക് അറിയാം, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? സ്ക്വയർ ചെയ്യുക, റൂട്ട് എടുക്കുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, കോഎഫിഷ്യൻസ് ഈ നമ്പേഴ്സ് മാത്രം. 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ത് തന്നെ വരുന്നത്? റൂട്ട് 1 എന്ന് വരും. ദാറ്റ് മീൻസ് 1. അപ്പൊ ഇവരുടെ 3 പേരുടെയും പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഇവരുടെ 3 പേരും. കറസ്പോണ്ടിങ് ആക്സിസുകളിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എന്താണ്? OA, OB, OC എന്ന് പറയുന്ന വെക്ടേഴ്സ്. ഇനി OA എന്ന് പറയുന്ന വെക്ടർ എന്താണ്? നമുക്ക് ജസ്റ്റ് വെക്ടർ ഒന്ന് എഴുതി നോക്കാം. OA ഇസ് ഈക്വൽ ടു എന്താണ് ഈ വെക്ടർ? ഇതല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ, അതായത് 3D നിങ്ങൾക്ക് 3 ഡയമെൻഷൻ സ്പേസിൽ ഒരു പോയിന്റ് കോർഡിനേറ്റ് എക്സിനെ വൈ ഇസഡിനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്, IJK കറസ്പോണ്ടിങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ I കൊടുക്കുക, J കൊടുക്കുക, K കൊടുക്കുക. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ 2 0 ആണ്. ജെയുടെ പാർട്ടും പോയി, കെയുടെ പാർട്ടും പോയി. പിന്നെ ആകെയുള്ള നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? I മാത്രമേ ഉള്ളൂ. 1I എന്ന് വരും. 1I എന്ന് വെച്ചാൽ നമ്മൾ നോർമലി I എന്ന് തന്നെ ഇടാറുള്ളൂ. ആൻഡ് OB സീക്വൽ ടു എന്ത് വരും? ഈ രീതിയിലാണെങ്കിൽ J എന്ന് വരും. OC സീക്വൽ ടു എന്തെന്ന് വരും? K എന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ IJK എന്ന് വെച്ചാൽ എന്താണ്? I എന്ന് വെച്ചാൽ നമ്മുടെ X ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറും, J എന്ന് പറഞ്ഞാൽ Y ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറും, K എന്ന് വെച്ചാൽ നമ്മുടെ Z ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറും ആണ്. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് എന്തിട്ട് കൊടുക്കുന്നത്? ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. യൂണിറ്റ് വെക്ടർ ആണെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ എന്താ റീസൺ? ഇവിടെ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എല്ലാം 1 ആണ് കിട്ടിയിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഞാനപ്പോൾ ടൈപ്സ് ഓഫ് വെക്ടറിൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചെന്ന് നോട്ട് ചെയ്തേക്കാം. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും കേട്ടോ. പറഞ്ഞില്ലെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം ആരാണ്? ഐയും ജെയും കെയും ആരാണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറസ്പോണ്ടിങ് ആക്സിസ്. അതായത് I is in the direction of X axis and J is in the direction of Y axis, K is in the direction of Z axis with the magnitude 1. So they are all unit vectors. Okay. അപ്പൊ ഇവരെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് എന്താണെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഐയും ജെയും കെയും ഓരോ കോർഡിനേറ്റിന്റെയും കറസ്പോണ്ടിങ് പൊസിഷനിൽ നമ്മൾ മാറി മാറി കൊടുക്കാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഇതുപോലെ XYZ എന്നൊരു കോർഡിനേറ്റ് കിട്ടുവാണെങ്കിൽ എക്സിന്റെ കൂടെ ഐയും വൈയുടെ കൂടെ ജെയും ഇസഡിന്റെ കൂടെ കെയോ കൊടുക്കാറുള്ളൂ. കാര്യം X കോർഡിനേറ്റിന്റെ കൂടെ കൊടുക്കേണ്ട യൂണിറ്റ് വെക്ടർ ആണ് I, Y കോർഡിനേറ്റിന്റെ കൂടെ കൊടുക്കേണ്ട യൂണിറ്റ് വെക്ടർ ആണ് J, ആൻഡ് Z കോർഡിനേറ്റിന്റെ കൂടെ കൊടുക്കേണ്ട യൂണിറ്റ് വെക്ടർ ആണ് K. അപ്പൊ അതുകൊണ്ട് അതൊന്നും മാറിപ്പോരുത്. അപ്പൊ ഇവരെല്ലാവരും ആരാണ്? യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറസ്പോണ്ടിങ് ആക്സിസ്. അത് മറന്നുപോകും. ഓക്കെ. ഇനി ഒരു വെക്ടർ തരുവാണെങ്കിൽ നമുക്ക് അതിനെ കമ്പോണൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഒരു വെക്ടറിന് എന്തൊക്കെ ടൈപ്പ്, എന്തൊക്കെ കമ്പോണൻസ് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വെക്ടർ എഴുതുകയാണ്. AI പ്ലസ് BJ പ്ലസ് CK ഇങ്ങനെ വെക്ടർ ഞാൻ എഴുതി. അപ്പൊ ഈ വെക്ടറിന്റെ ABC എന്ന് പറയുന്ന കോഎഫിഷ്യൻസ്, നമ്മൾ പറയുന്ന കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് അല്ലെ, ഓരോ കോർഡിനേറ്റ്സ് ആണല്ലോ ഇങ്ങനെ ആവുന്നത്. അത് കോർഡിനേറ്റ്സ് പൊസിഷൻ വെക്ടർ പറയുന്ന സമയത്ത് 2 പോയിന്റ്സ് ആണ് എടുക്കുന്നെങ്കിൽ കോർഡിനേറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യണം കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ABC അത് ന്യൂമറിക്കൽ പാർട്ട് മാത്രം. അവർ നമ്മൾ വിളിക്കുന്നവർ സ്കെയിലാർ കമ്പോണൻസ് ഓർ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ സ്കെയിലാർ കമ്പോണൻസ് ഏതൊക്കെയാണ്? സ്കെയിലാർ കമ്പോണൻസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ABC. അതായത് ന്യൂമറിക്കൽ പാർട്ട് മാത്രം, അവരെയാണ് നമ്മൾ സ്കെയിലാർ കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. ഇനി വെക്ടർ കമ്പോണൻസ്. ഓക്കെ, വെക്ടർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഐയും ജെയും കെയും കൂടെ ചേർത്ത് തന്നെ എഴുതണം. AI ഇതാണ്
ആദ്യത്തെ വെക്ടർ കമ്പോണന്റ് ആൻഡ് രണ്ടാമത്തത് ആൻഡ് മൂന്നാമത്. ആണോ? ആ പ്ലസ് മാറ്റി കഴിഞ്ഞിട്ട് ആ 3 പേര് ഇങ്ങനെ കോമായിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് വെക്ടർ കമ്പോണൻസ് കിട്ടുന്നത്. സ്കെയിലർ കമ്പോണൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ന്യൂമറിക്കൽ പാർട്ട് മാത്രം എടുത്ത് എഴുതുന്നതാണ് സ്കെയിലർ കമ്പോണൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടറിന്റെ കമ്പോണൻസ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. എന്താണ് IJK, എന്തിനു വേണ്ടിയാണ് നമ്മൾ IJK ഇടുന്നത്? അങ്ങനെ ഡൗട്ട് ഇനി ഒരിക്കലും വരാൻ പാടില്ല. എന്തിനാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഓരോ കോർഡിനേറ്റും എക്സ് ആക്സിസിൻ്റെതാണ്, വൈ ആക്സിസിൻ്റെതാണ്, ഇസഡ് ആക്സിസിൻ്റെതാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ IJK പുട്ട് ചെയ്ത് കൊടുക്കുന്നത്. IJK ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് ഒരു 2-3 ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ പോലെ തന്നെ 2 പോയിന്റ്സ് തരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്ടർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെക്ഷൻ ഫോർമുല ഉണ്ട്. സെക്ഷൻ ഫോർമുലയിൽ തന്നെ 2 ഫോർമുലാസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ്. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ ചാപ്റ്റർ അല്ലായിരുന്നോ? അപ്പോൾ അതും കൂടെ തിരുത്തേക്കാം നമുക്ക്. ഇനിയാണ് നമുക്ക് ഇക്വേഷൻസ് പഠിക്കാനായിട്ട് വരുന്നത്. ഇതുവരെ നമുക്ക് ആ ഡയറക്ഷൻ കോസൈൻ്റെ കാര്യം നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെന്തായിരുന്നു ഇക്വേഷൻ, യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ ഒന്ന് പഠിക്കേണ്ടി വന്നായിരുന്നു. അത് കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും മറക്കത്തില്ല, കാര്യം ഫിസിക്സിലും കൂടെ പാരലായിട്ട് പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്ന ആ ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, കുറെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, 2 പോയിന്റ്സ് തരുവാണെങ്കിൽ എ എന്നും ബി എന്നും 2 പോയിന്റ്സ്, അല്ലെങ്കിൽ പി എന്നും ക്യൂ എന്നും 2 പോയിന്റ്സ് ആണ് അവരെ കണക്ട് ചെയ്യുന്ന വെക്ടേഴ്സ്. ഇപ്പൊ ഫസ്റ്റ് വൺ ഞാനിപ്പോ ഇക്വേഷൻസ് ആയിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ നമ്പർ ഇടാണ്. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്, 2 പോയിന്റ്സ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ അവരെ ജോയിൻ ചെയ്യുന്ന വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സപ്പോസ് ഞാൻ പി എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ, പോയിന്റ് ആണ് അവൈലബിൾ ആക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ വെക്ടർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റ് x1 y1 z1 ആൻഡ് q x2 y2 z2 ഇങ്ങനെ എടുക്കാണ്. അപ്പൊ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ്, അപ്പം ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും നമുക്ക് വേണം, ഒരു ഇനീഷ്യലും ഫൈനലും വേണം. അപ്പൊ ഞാൻ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പി എന്ന് ക്യൂ എന്ന് എടുക്കാണ് കേട്ടോ, പി ക്യൂ അല്ലെ, പി തുടങ്ങി ക്യൂവിൽ തീരുക, അങ്ങനെ തീരുവല്ല, അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുവാണ്. എവിടുന്നോ വരുന്നൊരു വെക്ടർ പിയിലും ക്യൂവിലും കൂടെ കടന്നു പോകുന്നു, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒറിജിൻ റെഫറൻസ് ആക്കിക്കൊണ്ട് പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചില്ലേ, അതേ മോഡലിൽ തന്നെയാണ്. അതായത് സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് കുറക്കുക, അതായത് ഫൈനൽ പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റ് കുറക്കുക, അതാ ചെയ്യേണ്ടത്. എന്നിട്ട് കറസ്പോണ്ടിങ് IJK ഇട്ട് കൊടുക്കുക. x2 നിന്ന് x1 തിരിച്ചാണ് കേട്ടോ, നമ്മൾ എഴുതിയ ഓർഡർ ഓർമ്മയുണ്ടല്ലോ, PQ എന്ന് എഴുതിയത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ നേരത്ത് ക്യൂവിൽ നിന്ന് പിയിലോട്ടാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ x2 നിന്ന് x1 എന്നിട്ട് I ക്യാപ് പ്ലസ് y2 നിന്ന് y1 then j ക്യാപ് പ്ലസ് z2 നിന്ന് z1 k ക്യാപ്. ഇതാണ് 2 പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാവേ. ഇപ്പൊ പേരെന്താ കൊടുക്കേണ്ടത്? പി ക്യൂ, ക്യൂവിൽ നിന്ന് പി കുറക്കുക, അങ്ങനെയാണ്. 1 - 5 എന്താ, 1 - 5 -4 I ക്യാപ്. നിങ്ങൾ ഉടനെ ഓടിപ്പോയി പ്ലസോ മൈനസോ ഇട്ട് കൊടുക്കരുത്, തൊട്ടടുത്ത് ചെയ്യുന്നതിന്റെ സൈനാണ് അവിടെ വരുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ സൈൻ മാറ്റാൻ നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു കമ്പോണന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി പ്ലസോ മൈനസോ ഒന്നും ഇടരുത്. നമുക്ക് ഈ പ്ലസ് ഇടാൻ ടെൻഡൻസി കൂടുതലാണ്. ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കത് മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് 2 നിന്ന് 3 കുറക്കുക കണ്ടാ, 2 - 3 എന്താണ്, -1. അപ്പൊ എന്തായിരുന്നു, -1j. ഈ -1, ഈ 1 കോഎഫിഷ്യന്റ് നമ്മൾ നോർമലി ഇടാറില്ല, 1x എന്ന് നമ്മൾ പറയാറുണ്ടോ? അപ്പൊ അതുപോലെ 1 ഇടാറില്ല, എന്നാലും ഇവിടെ ഇട്ട് കൊടുത്ത പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ 1 ഇടാറില്ല മീൻസ് j മാത്രമേ നമ്മൾ അവിടെ എഴുതുകയുള്ളൂ. ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് തെറ്റാണെന്നല്ല,
ഓക്കെ, ഇനി അടുത്തത് 4 മൈനസ് -2. 4ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ് എന്ത്? -2. അപ്പൊ 4 മൈനസ് -2 അതെന്താ വരുന്നത്? +6 എന്നാ വരുന്നത് കേട്ടോ. ഇങ്ങനെ 4 മൈനസ് -2 അപ്പൊ എന്ത് വരും? 4 + 2 = 6 അങ്ങനെയാണ് ഇവിടെ വരുന്നത്. കറസ്പോണ്ടിങ് K ഇട്ട് കൊടുക്കാം കണ്ടോ, PQ കിട്ടി നമ്മൾ കണ്ടോ. ഇതാണ് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന് വെച്ചാൽ. എളുപ്പമല്ലേ? അപ്പൊ ഏത് 2 പോയിന്റ്സ് എന്നാലും നിങ്ങൾക്ക് ഇനി ഒരു വെക്ടർ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ ഫോർമുലയാണ് കേട്ടോ. സെക്ഷൻ ഫോർമുല പഠിക്കുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് വന്നത്, അതേമേ ഇത് ബൈ ഹാർട്ട് ചെയ്യണമല്ലോ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഫിഗർ വരയ്ക്കാൻ അല്ലെങ്കിൽ ആ ഫിഗർ എങ്ങനെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ഒരു ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പൊ അതുകൊണ്ട് ഫിഗർ കറക്റ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിക്കോളും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഇതിനുണ്ട് കേട്ടോ. അപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നത് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല ആണ് വരുന്നത്. ഈ സെക്ഷൻ ഫോർമുല പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേസ് 1 ആൻഡ് കേസ് 2 ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ കേസ് 1 ഫസ്റ്റ് ഉണ്ടെന്ന് വെച്ചാല് നമ്മുടെ ഒരു വെക്ടർ തന്നിരിക്കുന്ന ഒരു വെക്ടറിനെ ഏതോ ഒരു പോയിന്റ് ഇടയ്ക്ക് വന്നൊന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ആയിട്ടൊന്നും അല്ല, ഏതോ പൊസിഷനിൽ വെച്ച് ഈ വെക്ടറിനെ ഒരു പോയിന്റ് വന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 ഡിഫറെന്റ് പാർട്സ് ആക്കി മാറ്റുന്നുണ്ട്. ആ പാർട്സ് ആക്കി മാറ്റുന്നതിന്റെ റേഷ്യോവും അവർ അവൈലബിൾ ആക്കും. അങ്ങനാണെങ്കിൽ ഈ നമ്മൾ ഇടയ്ക്കിടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്ഷൻ ഫോർമുലയിൽ കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി വലിയ ഹെഡിങ് കൊടുക്കണ്ട, പിന്നെ നിങ്ങൾ മറന്നു പോകും. അപ്പൊ ഞാൻ ഇന്റേണലി എക്സ്റ്റേണലി അങ്ങനെ 2 ഹെഡിങ് കൊടുക്കുന്നുള്ളൂ. ഇന്റേണലി ഇതാണ് ഫസ്റ്റ് ഹെഡിങ് കേട്ടോ. ഇന്റേണലി എന്ന് പറയുന്നത് നമ്മുടെ വെക്ടറിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ പോയിന്റ് പാർട്ടീഷൻ ചെയ്യുന്നത് ഇന്റേണലി ആണ് എന്നാണ് മീൻ ചെയ്തിരിക്കുന്നത്. കാണിച്ചു തരാം. ഞാനും ഒരു വെക്ടർ മാർക്ക് ചെയ്താൽ ദാറ്റ് ഇസ് PQ. PQ എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് ABO എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാലും ടെക്സ്റ്റിൽ നിങ്ങളുടെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ പേജിൽ നിങ്ങളുടെ ഫിഗറിൽ ഈ PQ എന്നാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ PQ ഇട്ടത്. അത് അല്ലാതെ എപ്പോഴും നമ്മൾ PQ യൂസ് ചെയ്യുക അങ്ങനല്ല. ABO BO CO എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ഒരു 6 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിൽ പിയുടെ പൊസിഷൻ വെക്ടറും ഉണ്ട്, ക്യൂവിൻ്റെതും ഉണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കും. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ഈ PQവിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് M:n റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്ര മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഈ ഫിഗറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പിക്കും ക്യൂവിനും പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പൊസിഷൻ വെക്ടർ തരികയെന്ന് വെച്ചാൽ ഒരു റെഫറൻസ് പോയിന്റ് വേണ്ടേ? ഇതിപ്പോ ഇവിടെയും നമ്മൾ ഒറിജിൻ തന്നെയാണ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അത് ഇവിടെ ഒരു O മാർക്ക് ചെയ്യുക. ഈ Oയിൽ നിന്ന് Pയിലോട്ട് കണ്ടോ, ഇതാണ് പിയുടെ പൊസിഷൻ വെക്ടർ. ഇനി ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ, ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ. അപ്പൊ പിയുടെ പൊസിഷൻ വെക്ടർ ഞാൻ A എന്ന് പേര് കൊടുത്തു, ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ B എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ ആണ്, ആൻഡ് ദാറ്റ് ഇസ് സ്മോൾ ലെറ്റർ R എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സ്മോൾ ലെറ്റർ R ആണ് നമുക്ക് കിട്ടാനുള്ളത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? A എന്ന് പറയുന്ന പിയുടെ പൊസിഷൻ വെക്ടർ ഉണ്ട്, B എന്ന് പറയുന്ന ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ഉണ്ട്, റേഷ്യോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോന്റെ M:n എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇന്റേണലി ആണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെ? നടുക്കല്ല, പിയുടെയും ക്യൂവിന്റെയും ഉള്ളിൽ ആ പിയും ക്യൂവും കണക്ട് ചെയ്യുന്ന വെക്ടറിന്റെ അകത്ത് എവിടെയോ വെച്ചാണ് ഈ 6
പാർട്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇന്റേണലി എന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്റേണലി എന്ന് കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഇക്വേഷൻ വരുന്നത് എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ. ഇതാണ് ഇക്വേഷൻ. ഈ എം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എയുമായിട്ട് അടുത്ത് കിടക്കുന്ന വെക്ടറാണ് എം എന്ന് വെച്ചാൽ. പക്ഷെ എമ്മിന്റെ കൂടെ എ ആണോ എഴുതിയിരിക്കുന്നത്? അല്ല, എമ്മിന്റെ കൂടെ എന്താണ്, ദൂരെ കിടക്കുന്ന ബി ആണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ എന്ന് വെച്ചാൽ ബിയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ എന്നിന്റെ കൂടെ എഴുതിയിരിക്കുന്ന ഏതാണ്? എ ആണ്. അതും കുറച്ച് ഡിസ്റ്റൻസിൽ കിടക്കുന്ന എ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. എമ്മിന്റെ കൂടെ ബിയും എന്നിന്റെ കൂടെ എയും ആണ്. പിന്നെ താഴെ ജസ്റ്റ് ആ റേഷ്യോസ് തമ്മിലൊന്ന് ആഡ് ചെയ്തെടുക്കുന്നു, അതേ ഉള്ളൂ. ഇനി എക്സ്റ്റേണലി ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. എക്സ്റ്റേണലി കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പൊ ഇതുപോലെ ഞാൻ പി ക്യൂ മാർക്ക് ചെയ്തു, എക്സ്റ്റേണലി ആണ്. അപ്പൊ ഈ പിയുടെയും ക്യൂവിന്റെ ഉള്ളിൽ അല്ല ആറ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും ഞാൻ പറഞ്ഞതുപോലെ പി ക്യൂ എന്ന് വെച്ചാൽ പിയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ ക്യൂവിൽ തുടങ്ങി പിയിൽ അവസാനിക്കുന്ന ഒരു വെക്ടർ അല്ല. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു വെക്ടറാണ്. അതിന്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് തന്നിരിക്കുന്നതേ ഉള്ളൂ. സോ ഇതെന്തായാലും എക്സ്റ്റൻഷൻ ഉണ്ടാകുമല്ലോ. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. ഈ എക്സ്റ്റൻഷനിൽ എവിടെയോ ആണ് നമ്മൾ ആർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് എക്സ്റ്റേണലി കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിയുടെയും ക്യൂവിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടല്ല, പക്ഷേ അവരുടെ എക്സ്റ്റൻഷനിൽ എവിടെയോ വെച്ചിട്ടാണ് ഈ ആറ് വെക്ടറിനെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? അപ്പൊ നമ്മള് നേരത്തെ പോലെ ഒറിജിൻ റെഫറൻസ് പോയിന്റ് എടുത്തു. ആൻഡ് ഇത് പിയുടെ പൊസിഷൻ വെക്ടർ ആണ്, എ എന്നാണ്. അതിന് നേരത്തെ പോലെ എ തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഇവിടെ നേരത്തെ പോലെ തന്നെ ബി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആറിന്റെ പൊസിഷൻ വെക്ടർ നേരത്തെ പോലെ തന്നെ ആറെന്ന് തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു ഡിഫറൻസേ ഉള്ളൂ. ആറെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് പി ക്യു ആണ്. പി ക്യുവിന് പുറത്ത് എവിടെ വെച്ചാണ് പി ക്യുവിനെ കട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ടോട്ടൽ അതായത് ഈ ടോട്ടൽ എന്ന് പറയുന്നത് എം ആണ്. ആൻഡ് ഈ കുഞ്ഞു പോർഷൻ അത് എൻ ആണ്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ട് ഡിഫറെന്റ് പാർട്സ് ആയിട്ട്. അതിലൊരു പാർട്ട് ആദ്യത്തെ പാർട്ട് അത് എമ്മും എന്നും കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ 4:2 എന്നാണ് തരുന്നതെങ്കിൽ ആദ്യത്തേത് എമ്മും രണ്ടാമത്തേത് എന്നും ആയിരിക്കും. അപ്പൊ ആദ്യത്തേത് നമ്മുടെ എയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൊടുക്കുക. നിങ്ങൾ പേര് എവിടെ കൊടുക്കുന്നു അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ OP അതായത് പിയുടെ അടുത്തായിട്ട് എം കൊടുക്കുക, ക്യൂവിന്റെ അടുത്തായിട്ട് എൻ കൊടുക്കുക. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഇവിടെ കംപ്ലീറ്റ് റേഷ്യോ അതായത് മൊത്തത്തിലുള്ള ലെങ്ത് എമ്മും ആ ചെറിയ പോർഷൻ എന്നുമായിട്ടാണ് ആ റേഷ്യോ വന്നിരിക്കുന്നത്. ഇതുമായിട്ടൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. എക്സ്റ്റേണലി കട്ട് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതോർത്ത് ബോധഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പം എക്സ്റ്റേണലി ആണെങ്കിൽ ഇന്റേണലി ആണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും. എക്സ്റ്റേണലി ഇന്റേണലി എന്ന് മെൻഷൻ ചെയ്യും. സോ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ ബോധഡ് ആവേണ്ട യാതൊരു ആവശ്യവും. അപ്പൊ എന്താണെങ്കിലും തരുന്ന റേഷ്യോയിൽ ഇപ്പൊ M:N ആ ഫോമിൽ തരുവുള്ളൂ, ആ ഓർഡറിൽ തരുവുള്ളൂ. ആദ്യത്തേത് എം, രണ്ടാമത്തേത് എൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇതിന് നമ്മളിപ്പം ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്, ഇവിടെയും ആറിന്റെ പൊസിഷൻ വെക്ടർ തന്നെ ആണല്ലോ. R is equal to MB minus NA by M minus N. ഇത്രേ ഉള്ളൂ. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ഓർത്ത് ഫിഗർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞത് ഇക്വേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഫിഗർ ശരിക്കും ഓർത്തിരിക്കണമെന്നോ അത് വരയ്ക്കണമെന്നോ പോലും നിർബന്ധമില്ല. പ്രത്യേകം ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യും എക്സ്റ്റേണലി ആണോ ഇന്റേണലി ആണോ എന്ന്. പിന്നെ പൊസിഷൻ വെക്ടേഴ്സ് തരും. ഈ പൊസിഷൻ വെക്ടേഴ്സ് തരുമ്പോൾ മേ ബി അവർ പേരിട്ടൊന്നും ആയിരിക്കത്തില്ല തരുന്നത്, P എന്നോ Q എന്നോ മെൻഷൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം തരുന്ന വെക്ടർ ഓർഡറിൽ ആദ്യം കിടക്കുന്ന വെക്ടർ P എന്നും രണ്ടാമത് കിടക്കുന്ന വെക്ടർ Q എന്നും എടുക്കുക. നിങ്ങളുടെ സ്കൂളുകളിൽ A എന്നോ B എന്നോ ആണ് പഠിപ്പിച്ചിരിക്കുന്നതെങ്കിലും ആ ഓർഡറിൽ ആദ്യത്തെ വെക്ടർ A എന്നും രണ്ടാമത്തെ വെക്ടർ B എന്നും എടുക്കുക. റേഷ്യോ തരുമ്പോഴാണെങ്കിലും ആദ്യത്തെ പാർട്ട് M, രണ്ടാമത്തെ പാർട്ട് N. അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ രണ്ട് ഇക്വേഷനും സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് പോയിന്റ്സ് ആയിട്ട് തരുവാണ്.
നിങ്ങൾക്ക് എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് കേട്ടോ. ഇന്റേണലി എക്സ്റ്റേണലി മാർക്ക് ചെയ്യുന്നത്. ഇന്റേണലി ആണോ എക്സ്റ്റേണലി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് എക്സസൈസിൽ. അതൊന്ന് പോയി ചെയ്ത് നോക്കുക. എക്സാമ്പിളിൽ ഒരെണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എക്സ്റ്റേണലി ആയതുകൊണ്ട് ഞാൻ എക്സ്റ്റേണലി പറയാം. അപ്പൊ എക്സ്റ്റേണലി കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റേണലി കട്ട് ചെയ്യുമ്പോൾ പി ക്യൂ ഡയറക്റ്റ് വാല്യൂസ് തരാം കേട്ടോ. ഞാൻ പി എന്ന് പറഞ്ഞാൽ മേ ബി പോയിന്റ് ആയിട്ട് തരുള്ളൂ. എപ്പോഴും വെക്ടർ ആയിട്ട് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിയും ക്യൂവും തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ വെക്ടർ ഓഫ് ആർ. അപ്പൊ പിയും ക്യൂവും വെക്ടർ ആയിട്ടല്ല തന്നിരിക്കുന്ന, കോർഡിനേറ്റ്സ് ആയിട്ടാണ്. അപ്പൊ കോർഡിനേറ്റ്സ് എന്ന വെക്ടർ ആക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതും നമ്മുടെ ഒറിജിൻ വെച്ചിട്ടാണ് റെഫറൻസ്. അപ്പൊ ഒന്നിൽ നിന്ന് ഒന്ന് കുറക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഡയറക്റ്റ് ഐ ജെക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്ന വെക്ടർ എന്താണ്? പിയുടെ പൊസിഷൻ വെക്ടർ ആണ് എ എന്ന് വെച്ചാല്. ഇതിന്റെ പൊസിഷൻ വെക്ടർ പറഞ്ഞേ 2i മൈനസ് ജെ പ്ലസ് 4k. ഇതാണ് എയുടെ എ എന്ന് പറയുന്ന വെക്ടർ, അതായത് പിയുടെ പൊസിഷൻ വെക്ടർ. ഇനി ബി ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ ബി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബി ഇസ് ഈക്വൽ ടു 5i പ്ലസ് 2j മൈനസ് 4k. എയും ബിയും കിട്ടിയിട്ടുണ്ട്. ഇനി റേഷ്യോ പറഞ്ഞേ എം ഈസ് ടു എൻ. എം ഇസ് ഈക്വൽ ടു 2 ആണ്, എൻ ഇസ് ഈക്വൽ ടു 3 ആണ്. കണ്ടോ, ആദ്യത്തെ റേഷ്യോയിൽ ആദ്യത്തെ പാർട്ട് എമ്മും രണ്ടാമത്തെ പാർട്ട് എന്നും. അപ്പോ ഞാൻ എക്സ്റ്റേണലി ഇന്റേണലി എഴുതിയിട്ടില്ല അല്ലേ? എക്സ്റ്റേണലി ഓക്കെ. എക്സ്റ്റേണലി എഴുതുമ്പോൾ നമുക്ക് റേഷ്യോയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. റേഷ്യോ എപ്പോഴും എം വലുതായിരിക്കും കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. എം എപ്പോഴും വലുതും എൻ ചെറുതുമായിരിക്കും. അപ്പൊ ഞാനിവിടെ 5:2 എന്ന് എഴുതാമേ. അപ്പൊ എം ഇസ് ഈക്വൽ ടു 5, എൻ ഇസ് ഈക്വൽ ടു 2. ഓക്കെ. അപ്പൊ നമ്മുടെ പൊസിഷൻ വെക്ടർ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു എം ബി മൈനസ് എൻ എ ബൈ എം മൈനസ് എൻ. ഇതല്ല നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എം എന്ന് വെച്ചാൽ എന്താണ്? 5 ഇൻറ്റു ബി. ബി വെക്ടർ 5i പ്ലസ് 2j മൈനസ് 4k. ഇതാണ് ബി വെക്ടർ. എം ബി മൈനസ് എൻ എ. എന്ന് പറയുമ്പോൾ ബൈ എം മൈനസ് എൻ ആണ് കേട്ടോ. എം ബി മൈനസ് എൻ എ ബൈ എം മൈനസ് എൻ. ഇനി ആ 5 ഒക്കെ അകത്തോട്ട് കൊടുക്കുക. 25i പ്ലസ് 10j മൈനസ് 20k. ഈ മൈനസ് അകത്തോട്ട് കൊടുക്കാൻ നേരത്ത് -2 മാത്രം അകത്തോട്ട് കൊടുക്കരുത്, -2 ആണ് അകത്തോട്ട് കൊടുക്കേണ്ടത്. അപ്പൊ മൈനസ് അകത്ത് കയറുമ്പോൾ അതിന്റെ അകത്തെ സൈൻസിന് വരുന്ന ഡിഫറൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തെറ്റിച്ച് കളയരുത്. ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസറിനെ അത് എഫക്ട് ചെയ്യും. -2 ഇൻറ്റു -2 -4i, -2 ഇൻറ്റു -1 പ്ലസ് 2j, -2 ഇൻറ്റു പ്ലസ് 4 -8k ബൈ 3. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ലൈക്ക് ടേംസ് ആഡ് ചെയ്യാം. ഐകൾ ആഡ് ചെയ്യുക, ജെകൾ ആഡ് ചെയ്യുക, കെകൾ. ഐ ഒരെണ്ണം നമുക്ക് 25iയും പിന്നെ -4iയും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ +24ഉം പ്ലസ് 25ഉം
-4. അപ്പോൾ നമ്മൾ എന്താ റൂള്, ഹയസ്റ്റിന്ന് ലോവസ്റ്റ് കുറച്ചിട്ട് ഹയസ്റ്റിന്റെ സൈൻ കൊടുക്കും. 25 നിന്ന് 4, 25 - 4 21 ആയി എന്ന് കിട്ടും അല്ലെ. ഇനി ജെകളാണെങ്കിൽ ഇവിടെ +10 ആണ് ആൻഡ് +2. സോ ഇറ്റ് വിൽ ബി 12J ആൻഡ് -20 -8. രണ്ടും സെയിം സൈൻ ആണ്. ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ കൊടുക്കുക. 28K ബൈ 3. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ കൊള്ളാം, അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം 21/3 ആയി, 12/3J -28/3K അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ R-ന്റെ പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ. ഓക്കെ, ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ആയിട്ട് തന്നെ നമുക്ക് കിടക്കും. ഇപ്പൊ ഇതൊരു ഫ്രാക്ഷൻ ആയിട്ടല്ല തോന്നുന്നത്. അപ്പൊ 21/3 എന്ന് വെച്ചാൽ 7 ആയി, പ്ലസ് 12/3 എന്ന് വെച്ചാൽ 4J -28നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇടാം, ഇങ്ങനെ ആക്കി എടുക്കുക. അപ്പൊ കറസ്പോണ്ടിങ് കമ്പോണന്റ് ഫോമിൽ തന്നെ കിട്ടുമല്ലോ നമുക്ക്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് എക്സ്റ്റേണലി കട്ട് ചെയ്യുമ്പോഴുള്ള ആ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ, ഇന്റേണലി ഞാൻ ചെയ്യുന്നില്ല. ഇന്റേണലി ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമ്പിളിലും എക്സസൈസിലും കിടപ്പുണ്ട്, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, നമ്മുടെ സെക്ഷൻ ഫോർമുല കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ഫൈനൽ പാർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്, ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ന്യൂമറിക്കൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒറ്റ വേയേ ഉള്ളൂ മൾട്ടിപ്ലൈ ആണ്, ഇൻറ്റു അല്ലെ, അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഇപ്പൊ 2 × 3 വേറെ രീതിയിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയല്ലേ പറ്റുള്ളൂ. പക്ഷെ വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. അതായത് ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട്, ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് പഠിക്കാം. ഈ ഡോട്ട് പ്രൊഡക്റ്റിന് വേറൊരു പേരുണ്ട്, സ്കെയിലാർ പ്രോഡക്റ്റ് എന്നും കൂടെ പേരുണ്ട്. മേ ബി ക്വസ്റ്റ്യനിൽ സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയായിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ തന്നെ പാനിക് ആവരുത്. ദാറ്റ് മീൻസ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്നാണ് മീനിങ് സ്കെയിലാർ പ്രോഡക്റ്റിന്റെ. പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ എഴുതി പഠിക്കണേ. ഡോട്ട് പ്രൊഡക്റ്റ് ഓർ സ്കെയിലാർ പ്രൊഡക്റ്റ്. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് ഓർ സ്കെയിലാർ പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ ഫിസിക്സിൽ ഇപ്പൊ പല പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു കാണും, എന്നാലും നമുക്ക് പഠിക്കാം. 2 വെക്ടേഴ്സ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. 2 വെക്ടേഴ്സ് എയും ബിയും തരുവാണെങ്കിൽ എ ഡോട്ട് ബി, ഈ ഡോട്ട് വിസിബിൾ ആയിരിക്കണം കേട്ടോ. ഡോട്ട് ഇടാൻ നേരത്ത് നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മേ ബി നമ്മൾ ഈ ഡോട്ട് ഒന്നും അങ്ങോട്ട് വലിയ കാര്യമാക്കാറില്ല. പക്ഷെ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ സമയത്ത് പ്രത്യേകം ഡോട്ട് നമുക്ക് കാണണം, വിസിബിൾ ആയിരിക്കണം, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എന്നറിയാൻ വേണ്ടി. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ഇതിന്റെ മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡുലസ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ, വേർ തീറ്റ എന്ന് പറയുന്ന ഈ 2 ആംഗിൾസ് തമ്മിൽ ക്രിയേറ്റഡ് ആവുന്ന ആംഗിൾ, മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, തീറ്റ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ തരുവാണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ കോസ് ആയതുകൊണ്ട്, ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കോസ് യൂസ് ചെയ്താണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത് കേട്ടോ. കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഓക്കെ, ഇനി മൂന്നാമത്തത്, ഒരു വെക്ടറിന് അതിനോട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. ഒരു വെക്ടറിന് അതിനോട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ഫൈനൽ പോയിന്റ്, ഇതിനെല്ലാത്തിനും ഒരു ചെറിയ ചെറിയ പ്രോബ്ലം ഇത് നമുക്ക് ചെയ്യാം. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ നമുക്ക് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടി ഇതിൻ്റെ അകത്തുണ്ട്.
അപ്പൊ എന്താണ് ഞാനിപ്പം എ ബി വെച്ച് തന്നെ പറയാം, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ വെക്ടർ ബി. വെക്ടർ എ ബിയിലുള്ള എയുടെ പ്രൊജക്ഷൻ, ബിയിലുള്ള എയുടെ പ്രൊജക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ബിയിലുള്ള എയുടെ പ്രൊജക്ഷൻ ആണ് നമുക്ക് എന്നാ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ ബി. ഇങ്ങനെയാണ് പ്രൊജക്ഷൻ വരുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ബി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഓൺ ഏത് വെക്ടറിലാണോ അവിടെ, അതാണ് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഏത് വെക്ടറിലാണോ പ്രൊജക്ഷൻ പറയേണ്ടത് അതാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കേണ്ടത്. ബി എന്ന് പറയാം. ഡിനോമിനേറ്ററിൽ നമുക്ക് വരുന്നത് മോഡുലസ് ഓഫ് ബി ആണ്. എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് ബി എന്നാണ് വരുന്നത്. അപ്പൊ മുകളിൽ എ ഡോട്ട് ബി വരുന്ന നേരത്ത് തന്നെ ഇപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. എ ഡോട്ട് ബി വരുന്നത് കൊണ്ട് തന്നെ ഐ ജെ കെ വരത്തില്ല, ശരിക്കും ഒരു സ്കെയിലാർ ആൻസർ ആയിരിക്കും വരുന്നത്. അതായത് ഐയോ ജെയോ കെയോ നമ്മുടെ ആൻസറിൽ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ് ഈ പ്രൊജക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഇങ്ങനെ റീഡ് ചെയ്യാനുണ്ട്, നിങ്ങളൊന്ന് റീഡ് ചെയ്തേക്കുക. എന്നാലും ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇതാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഓരോ പോയിന്റും വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു പോവാം. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് ഡയറക്റ്റ് രണ്ട് വെക്ടേഴ്സ് വരുവാണെങ്കിൽ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് നോക്കാം. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം നമുക്ക്. ഇപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് വെക്ടേഴ്സ് മാത്രം അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. അവർ തമ്മിലുള്ള എന്താണ് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് കോസ് തീറ്റ ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ തമ്മിലുള്ള ആംഗിൾ ഒന്നും നമുക്ക് തരാത്ത സ്ഥിതിക്ക് നമുക്ക് ഡയറക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതും ഇപ്പൊ ഫിസിക്സിൽ നിങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ഡയറക്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ എ ഡോട്ട് ബി ഡയറക്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവരെ തമ്മിൽ എന്താ ചെയ്യുന്നത്, 2 ഇൻറ്റു -1, അതായത് സ്കെയിലാർ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കറസ്പോണ്ടിങ് ഐയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ മൾട്ടിപ്ലൈ. ആദ്യത്തത് 2ഉം ഇവിടെ -1ഉം ആണ്. അപ്പൊ 2 ഇൻറ്റു -1, നടുക്ക് പ്ലസ് ആയിരിക്കണം കേട്ടോ. ഇനി അടുത്തത് -3 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു -3. അപ്പൊ എന്ത് വരും, -2 പ്ലസ് -6 പ്ലസ് -3. -2 പ്ലസ് മൈനസും കൂടെ വരുമ്പോൾ മൈനസേ വരുള്ളൂ, ഇങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, -11 എന്നാണ്. അപ്പൊ -11 എന്നാണ് നമുക്ക് വരുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -11 എന്ന് കിട്ടി. ഡയറക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാനുള്ളതാണ് ഞാൻ കാണിച്ചത്. നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. ഇവർ തമ്മിലുള്ള തീറ്റ തന്നെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ അതേ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, എ ഡോട്ട് ബി വേണം. നമ്മൾ ഓൾറെഡി എ ഡോട്ട് ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും കൂടെ മതി. മോഡുലസ് ഓഫ് എ എന്താണ്, എ ഡോട്ട് ബി ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, -11 ആണ് കിട്ടിയത്. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ല നമുക്ക്. അപ്പം ഇതിപ്പോ ഇങ്ങനെ അടക്കട്ടെ, ഡയറക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് വെക്ടേഴ്സ്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, എ ഡോട്ട് ബി. ആദ്യം നിങ്ങളൊന്ന് ഇക്വേഷൻ എഴുതി വെക്കുക. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന്. കോസ് ഇൻവേഴ്സ് ആണ്
ഓക്കെ, അപ്പൊ മോഡുലസ് ഓഫ് എ വേണം, മോഡുലസ് ഓഫ് ബി വേണം, പിന്നെ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റും വേണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ നേരത്ത് എ ഡോട്ട് ബി എന്താ വരുന്നത്? 1 into 3 3 -10 -12 ഇങ്ങനെ വരുന്ന അല്ലെ? 3 -10 -12. ഓക്കെ, അപ്പൊ അത് വരുന്നത് 10. ഇത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ കൊടുത്താൽ മതി. ആൻഡ് ഇത് 22 പ്ലസ് 3, അതായത് 3 - 22 ആൻഡ് ഇറ്റ് ഈസ് -19 എന്നായിരുന്നു. എ ഡോട്ട് ബി കിട്ടി. ആൻഡ് മോഡുലസ് ഓഫ് എ കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, മോഡുലസ് ഓഫ് എ എന്താണ്? 1 square plus 2 square plus -3 the whole square, which is equal to 1 plus 4 plus 9. Again it is root 14. And the modulus of b, root of 3 square minus 5 the whole square plus 4 square. 9 plus 25 plus 60. 50 എന്ന് വരും, റൂട്ട് 50 എന്ന് വരും. 16 plus 9 25 ആൻഡ് അഗെയിൻ 25 plus 25 50 എന്നാണ് വരുന്നത്. ഈ 15 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 25 into 2, 25ന്റെ റൂട്ട് 5, 5 root 2 എന്ന്. അപ്പൊ ഇത് കിട്ടി. ഇനി ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്താണ്? -90 by root 14 in root 14 into 5 root. That is equal to cos inverse -90. റൂട്ടുകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. റൂട്ട് 14 into 2 റൂട്ട് 28 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. 5 root 28. അതിനകത്ത് നമുക്ക് 4 ഒക്കെ എടുത്ത് പുറത്തെടുക്കാം കേട്ടോ. നമുക്ക് പക്ഷെ പുറത്തെടുത്താലും മുകളിൽ 19 വെട്ടിപ്പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കണം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ കോസ് ഇൻവേഴ്സ് ഇടുക. ശരിക്കും ആൻസർ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുമാത്രം ആൻസർ ചെറുതാക്കി എടുത്തു അങ്ങനൊന്നുമല്ല. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ, നിങ്ങൾ പ്രൊസീഡ് ചെയ്തിരിക്കുന്ന വേ കറക്റ്റ് ആണോ, ആൻഡ് ഫൈനൽ ആൻസർ കോസ് ഇൻവേഴ്സിലൊക്കെയാണോ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ ചെറുതാക്കിയില്ലെങ്കിലും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതുപോലെ ഏകദേശം ആൻസർ ആക്കി എടുക്കുക. ഓക്കെ, ഒരുപാട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഈ പ്ലസ് മൈനസ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. ഈ പ്ലസ് മൈനസ് ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് സെയിം സൈൻ ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് സൈഡിൽ എഴുതി വെച്ചേക്കുക. എന്നിട്ട് പഠിക്കുവാണെങ്കിൽ ഓരോ പ്രാവശ്യം ഡൗട്ട് വരുമ്പോൾ അത് എടുത്ത് നോക്കണം. അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് നടുക്ക് പ്ലസ് ഇട്ടാലും മൈനസും കൂടെ കയറി വരും. ആ സമയത്ത് നമ്മൾ അവർ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ആൻസർ അവിടെ തെറ്റിപ്പോവും. ആ തെറ്റ് നമ്മൾ ഇവിടെ വരെ നമ്മളെ ഫോളോ ചെയ്യും. അപ്പൊ ഫൈനൽ ആൻസറും തെറ്റും. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നമ്മുടെ എക്സസൈസിൽ ചെയ്യാൻ നേരത്തെ അതിനകത്തോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആ പ്രൊജക്ഷൻ ഇതും കൂടെ നോക്കാം. പ്രൊജക്ഷൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ക്രോസ് പ്രൊഡക്റ്റിലോട്ട് പോകും. അപ്പൊ ഒരു വെക്ടറിൽ അനദർ വെക്ടറിന്റെ പുറത്തുള്ള പ്രൊജക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിപ്പം എ എന്ന് പറയുന്ന വെക്ടറിൽ ഓൺ ബിയിലുള്ള പ്രൊജക്ഷൻ അറിയാം നമുക്ക്. ഇക്വേഷൻ എന്താണ്? എ ഡോട്ട് ബി ബൈ
മോഡുലസ് ഓഫ് ബി. അപ്പൊ അതാണ് ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ട് എ ബി ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതാം. ഡയറക്റ്റ് നമുക്ക് വെക്ടേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, അവർക്ക് പേരൊന്നും അവർ കൊടുത്തിട്ടില്ല, നമ്മളാണ് പേര് കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ബി. അപ്പം എ ഏതാണ് ബി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ദിസ്. അപ്പൊ എക്ക് പകരം എന്താ എഴുതേണ്ടത്? എ ഇസ് ഈക്വൽ ടു ആദ്യത്തെ വെക്ടർ 5i മൈനസ് 3j പ്ലസ് കെ. ഇനി ബിക്ക് പകരം എന്താണ് എഴുതേണ്ടത്? രണ്ടാമത്തെ ഓൺ ദ വെക്ടർ എവിടെയാണോ പ്രൊജക്ഷൻ അത് 2i മൈനസ് 3j പ്ലസ് കെ. അപ്പൊ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് പ്രൊജക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ പ്രൊജക്ഷൻ എ ഓൺ ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് ബി. അപ്പൊ നമുക്ക് ഈ എ ഡോട്ട് ബിയും മോഡുലസ് ഓഫ് ബി ഒന്ന് കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി ഇപ്പൊ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. 5 into 2 10 മൈനസ് 3 into മൈനസ് 3 പ്ലസ് 9 അല്ലെ. 1 into 1 1. എന്താ കിട്ടുന്നത്? 20 എന്നാണ് കിട്ടുന്നത്. ആൻഡ് മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു ഇതിന്റെ മോഡുലസ് ആണ് റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 1 and again it is 14. So this is equal to a dot b means 20 divided by root. പ്രൊജക്ഷൻ കണ്ടുപിടിച്ചു. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ. അപ്പൊ അതിന്റെ ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓൺ ഏത് വെക്ടർ ആണോ അതിന്റെ ഇതാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരേണ്ടതെന്ന് ശ്രദ്ധിച്ചേക്കണം. തിരിഞ്ഞു ചോദിച്ചാലും, അതായത് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ അങ്ങനാണെങ്കിലോ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ അങ്ങനാണെങ്കിലും എന്താ പറയണ്ട? എ ഡോട്ട് ബി തന്നെ മുകളിൽ, അതിലും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബി ഡോട്ട് എ ഡോട്ട് ബി സികൾ ബി ഡോട്ട് എ തന്നെയാണ്. അതിനിപ്പം ഓർഡറിൽ പ്രശ്നമൊന്നുമില്ല. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഡോട്ട് പ്രൊഡക്റ്റിൽ അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പൊ എ ഡോട്ട് ബി എന്ന് എഴുതിയാലും ബി ഡോട്ട് എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. എന്നിട്ട് ഏത് വെക്ടറിലാണ് ഓൺ ഏത് വെക്ടറാണോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം നമ്മൾ താഴെ എഴുതാനായിട്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നിങ്ങൾ ഓർഡർ തിരിഞ്ഞ് ചോദിച്ചാലും എഴുതാൻ പറ്റണം. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി അല്ലെങ്കിൽ ബി ഓൺ എ ഏത് രീതിയിലാണെങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കോസ് തീറ്റ റെഫറൻസ് ആയിരുന്നെങ്കിൽ അവിടെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിൽ സൈൻ തീറ്റ റെഫറൻസ് ആണ് അവിടെ വരുന്നത്. ഇവിടെ ഡോട്ട് ആണെങ്കിൽ അവിടെ ക്രോസ് ആണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇത് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പോലെ ഇത് വെക്ടർ പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറയാം. രണ്ടും പറയാം കേട്ടോ, വെക്ടർ പ്രോഡക്റ്റോ ക്രോസ് പ്രൊഡക്റ്റോ. പിന്നെ ഇവർ നമ്മളുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റിൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് വെക്ടർ അല്ല സ്കെയിലർ ആണ്, പക്ഷെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെക്ടർ തന്നെയാണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തത് വെക്ടർ മൾട്ടിപ്ലിക്കേഷനിൽ രണ്ടാമത്തെ ആണ് ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ്, ഈ ക്രോസ് പ്രൊഡക്റ്റിനകത്ത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് എ ക്രോസ് ബി A cross B is equal to modulus of A modulus of B sin theta. ഈ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്, എയുടെയും ബിയുടെയും ഇടയിൽ അവരുണ്ടാക്കുന്ന ആംഗിൾ ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിലും ക്രോസ് പ്രൊഡക്റ്റിലും ഒരു മിനിമം വാല്യൂ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡോട്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് ഞാൻ ഫൈനലായിട്ട് ഓക്കെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പറയാം. ആ ആംഗിൾ വരുന്ന ഡിഫറൻസ് ഒരുമിച്ച് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ക്രോസ് പ്രൊഡക്റ്റിന് പറയുവാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിനെ നിങ്ങൾ പിന്നെ എടുത്ത് നോക്കത്തില്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഡോട്ടിന്റെ ക്രോസിനെ ഒരുമിച്ച് പറയാം. ഓക്കെ, ഇനി തീറ്റ കണ്ടുപിടിക്കാൻ ഇവിടെയും നമുക്ക് ഇക്വേഷൻ ഉണ്ട്, പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാറില്ല. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്, കുറച്ചും കൂടെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും രണ്ട് വെക്ടേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ ബിറ്റ്വീൻ ദം കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും കോസ് വെച്ചിട്ട് എ ഡോട്ട് ബി ബൈ
മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി, അതേ ചെയ്യാറുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഡിറ്റർമിനന്റ് ഫോമിലൊക്കെ വരയ്ക്കണം, അത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം, ചിലപ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ റിസ്ക് ഒക്കെ ഓർത്തിട്ട് എല്ലാവരും നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അഥവാ ഇങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് ക്രോസ് പ്രൊഡക്റ്റ് വഴി കണ്ടുപിടിക്കൂ ഇതുവരെ ചോദിച്ചിട്ടില്ല, അഥവാ അങ്ങനെ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്ന് ഓർത്തിട്ട് ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി, അവിടെ നമ്മൾ എ ഡോട്ട് ബി ആയിരുന്നെങ്കിൽ ഇവിടെ എ ക്രോസ് ബി ആണെന്നേ ഉള്ളൂ ഡിഫറൻസ്. എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി, ഇതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് തീറ്റ കിട്ടേണ്ട ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ്, സൈൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളില് നമുക്ക് തീറ്റ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് കിട്ടേണ്ടത്, അല്ലെ? നമുക്കറിയാലോ, ഇപ്പം കോസ് ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് √3/2 എന്നൊക്കെ പറയുമ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുകളില് എ ക്രോസ് ബി എഴുതുന്ന ഒരു പ്രശ്നമാണ്. കാര്യം ഈ എ ക്രോസ് ബിയില് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നേരത്തെ എന്തേ കിട്ടത്തുള്ളൂ, വെക്ടർ ആയിട്ടല്ലേ കിട്ടുള്ളൂ. പക്ഷെ ന്യൂമറിക്കൽ വാല്യൂ ഇങ്ങനെ വരും. അതുകൊണ്ട് അതാക്കാൻ വേണ്ടി ഇവിടെ ഒരു മോഡുലസ് സൈൻ കൂടെ ഇട്ടേക്കാം. അതായത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. ഡയറക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് വെക്കരുത്, അത് കഴിഞ്ഞിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് വേണം അവിടെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാനായിട്ട്. ഡോട്ട് പ്രൊഡക്റ്റിൽ അതിന്റെ ആവശ്യമില്ല, കാര്യം നമുക്ക് ഫൈനൽ ആൻസർ തന്നെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ മാഗ്നിറ്റ്യൂഡ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, ഇവിടെ നമുക്ക് ട്രയാങ്കിളിന്റെയും പാരലോഗ്രത്തിന്റെയും ഏരിയാസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ട്രയാങ്കിളിന്റെയും പാരലോഗ്രത്തിന്റെയും. ഇപ്പം ട്രയാങ്കിളിന്റെ ഇക്വേഷൻ വരുന്നത് ഇപ്പോൾ എയും ബിയും അഡ്ജസന്റ് സൈഡ്സ് ആണെങ്കിൽ, അതുപോലെ തന്നെ ലെറ്റ് എ ആൻഡ് ബി ആർ adjacent sides of a triangle, then area is equal to half into a cross b. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് കേട്ടോ. ഇവിടെയും ഏരിയ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെക്ടർ ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ന്യൂമറിക്കൽ ആക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ പാരലോഗ്രത്തിന്റെ ലെറ്റ് എ ആൻഡ് ബി ആർ adjacent sides of a parallelogram. പാരലോഗ്രത്തിന് അഡ്ജസന്റ് സൈഡ്സ് ആണെങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഇത്രേ ഉള്ളൂ, ഹാഫ് ഇല്ല കേട്ടോ. മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഈ 4 പോയിന്റ്സ് ആണ് ക്രോസ് പ്രൊഡക്റ്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇനി എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, നമുക്ക് ഡിറ്റർമിനന്റ് ഫോമിലാണ് അത് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 2 ഏരിയയും കൂടെ ഏരിയ കണ്ടുപിടിക്കാനുണ്ട്. നമുക്കത് എക്സസൈസിൽ ചെയ്യാം. ഡയറക്റ്റ് എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞുതരാം. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അത് മാത്രമേ ഉള്ളൂ ഈ ഫൈനൽ ആൻസേഴ്സ് 2 അത് എക്സസൈസ് പ്രോബ്ലത്തിലുണ്ട്. അപ്പൊ ഇതിന്റെ എക്സസൈസ് ഡിസ്കഷന്റെ സമയത്ത് നമുക്ക് അതെല്ലാം ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞേക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ 2 വെക്ടേഴ്സ് എടുക്കുക. രണ്ട് വെക്ടേഴ്സ് എടുക്കുക. ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു നമ്മൾ ഡിറ്റർമിനന്റിന് യൂസ് ചെയ്യത്തില്ലേ, അതേ സാധനം തന്നെ. എന്നിട്ട് മുകളിലത്തെ റോയിൽ IJ ഒക്കെ എഴുതി കൊടുക്കുക. ആൻഡ് താഴത്തെ റോയിൽ ഈ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് സ്കെയിലാർ കമ്പോണൻസ് മാത്രം. ഇവിടുത്തെ സ്കെയിലാർ കമ്പോണൻസ് ഏതൊക്കെയാ, കോഎഫിഷ്യൻസ് മാത്രം മതി നമുക്ക്. 1 -3 + 8. അപ്പൊ അത് എഴുതുക, 1 -3 + 8. ഇനി താഴത്തെ എന്തൊക്കെയാ, 2 - 1 2. 2 - 1 2. ഇത്ര ഉള്ളു കാര്യം. നമ്മൾ എങ്ങനെയാണോ ഡിറ്റർമിനന്റ് എടുക്കുന്നത് ആ ഫോമിൽ അങ്ങനെ ചെയ്യാൻ പോവാണ്. ഇസ് ഈക്വൽ ടു
ഐ ഇൻറ്റു ഐയുടെ കൂടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഐ ഇൻറ്റു എന്ന് തന്നെ കിടക്കട്ടെ. അതായത് ഡിറ്റർമിനന്റ് എടുക്കുന്ന അങ്ങനെയാണല്ലോ. ഈ ഐയുടെ റോയും ഐയുടെ കോളവും മാറ്റുക. ഐയുടെ റോയും ഐയുടെ കോളവും മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? -3 8 -1 2 -3 8 -1 2. അപ്പൊ ആദ്യം ആര് തമ്മില? -3 ഇൻറ്റു 2 -6 ഇനി -1 ഇൻറ്റു 8 എന്താ വരുന്ന? -8. ഐയുടെ റോയും ഐയുടെ കോളവും മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ 4 നമ്പേഴ്സ് ആണ് വരുന്നത്. അത് നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കത്തില്ല. അതേപോലെ തന്നെ -3 ഇൻറ്റു 2 -6 -1 ഇൻറ്റു 8. അപ്പൊ അത് -8 എന്നാണ് വരുന്നത്. ആൻഡ് ജെ എഴുതുമ്പോൾ നമ്മളൊരു ഇൻബിൾട്ട് മൈനസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അവിടെ വാട്ട് എവർ ഇറ്റ് ഈസ് ജെയുടെ ഉള്ളിൽ ബ്രാക്കറ്റിൽ മൈനസ് വരികയോ വരാതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ജെ തുടങ്ങുമ്പോൾ തന്നെ ഒരു മൈനസ് ഇട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് നമ്മൾ മൈനറും കോഫാക്ടേഴ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കറസ്പോണ്ടിങ് മൈനസ് ഇട്ട് കൊടുക്കാറില്ലേ? അപ്പൊ അത് ആ ഒരു മൈനസാണ് അവിടെ വരുന്നത്. എന്താണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാറുണ്ട്, അതായത് ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ സൈൻ, അതായത് നമ്മുടെ പൊസിഷൻ അനുസരിച്ചുള്ള സൈൻ പ്ലസ് ആണ്, ഇത് മൈനസ്, ഇത് പ്ലസ്, മൈനസ്, അങ്ങനല്ല, ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ജെയുടെ പൊസിഷൻ അനുസരിച്ച് ജെയ്ക്ക് മൈനസ് വരണം. അതുകൊണ്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജെയുടെ റോയും ജെയുടെ കോളവും മാറ്റുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? 1 8 2 2. 1 ഇൻറ്റു 2 2 മൈനസ് 8 ഇൻറ്റു 2 16 പ്ലസ് കെ ഇൻറ്റു കെയുടെ കെയുടെ കോളവും കെയുടെ റോയും മാറ്റുക. കെയുടെ റോ കെയുടെ കോളം മാറ്റിക്കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സാ? 1 -3 2 -1 ഇത്ര സാധനം ഉള്ളത്. അപ്പൊ 1 ഇൻറ്റു -1 -1 മൈനസ് 2 ഇൻറ്റു -3 -6. അപ്പൊ ആ നടുക്ക് മൈനസ് ആണ് കേട്ടോ. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നടുക്ക് മൈനസ് ആണ്. അപ്പൊ മൈനസ് ഇട്ടിട്ടേ അടുത്ത നമ്പർ എഴുതാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഐയുടെ കാര്യമാണെങ്കിൽ -3 ഇൻറ്റു 2 -6. നെക്സ്റ്റ് മൈനസ് ഇടുക, എന്നിട്ട് വേണം അടുത്ത നമ്പർ. 8 ഇൻറ്റു -1 -8 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് എന്ത് വരും? ഐ ഇൻറ്റു -6 + 8 മൈനസ് ജെ ഇൻറ്റു 2 - 6 എന്ന് 16 എന്ന് വരാൻ നേരത്ത് 2ൽ നിന്ന് 16 കുറയ്ക്കുക. ആൻഡ് ദാറ്റ് ഈസ് -14. അതായത് ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റ് കുറച്ചിട്ട് ഹയസ്റ്റിന്റെ സൈൻ പ്ലസ് കെ ഇൻറ്റു -1 + 6. ഇതെന്താ വരുന്നത്? 2 മൈനസ് ജെ ഇൻറ്റു -14 പ്ലസ് കെ ഇൻറ്റു -5. അപ്പൊ ഇതൊന്ന് തിരിച്ചെഴുതിയേക്കാം. നമ്മൾ എഴുതുമ്പോൾ ഐ ഇൻറ്റു എന്ന് എഴുതുമെങ്കിലും അതിന്റെ കറക്റ്റ് പൊസിഷൻ ആദ്യം സ്കെയിലർ കമ്പോണന്റ്, പിന്നെ ആ വെക്ടർ ക്വാണ്ടിറ്റി ആയി, അങ്ങനല്ലേ? ഇപ്പൊ 2i 2 മൈനസും കൂടെ പ്ലസ് ആവും. 14j + 5k ആണോ? ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് വരുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡോട്ട് പ്രൊഡക്റ്റ് പോലെ എളുപ്പമല്ല. ക്രോസ് പ്രൊഡക്റ്റ് എഴുതാൻ നേരത്ത് നമ്മുടെ ഡിറ്റർമിനന്റിന്റെ ഒരു ഇത് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എവിടെയെങ്കിലും, അതായത് ഏതെങ്കിലും നമ്പർ മാറുകയോ നടുക്കത്തെ സൈനിന് എന്തെങ്കിലും ചേഞ്ച് വരികയോ നിങ്ങൾ മറന്നു പോവുകയോ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ തെറ്റ് വരും. കാര്യം ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഫൈനൽ ആൻസറിലോട്ട് വരുന്നത്. അതുകൊണ്ട് സ്റ്റെപ്സ് ഒന്നും മാക്സിമം എങ്ങനെ തെറ്റുമെന്നുള്ളവർ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ആൻസർ കഴിഞ്ഞിട്ട് ഒന്ന് പോയി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ കറക്റ്റ് ആണോ, നടുക്കിട്ടിരിക്കുന്ന സൈൻ കറക്റ്റ് ആണോ, ഫൈനൽ എഴുതിയിരിക്കുന്ന സൈൻ കറക്റ്റ് ആണോ, ഇതൊക്കെ ഒന്ന് റീചെക്ക് ചെയ്തേക്കണം. കാരണം തെറ്റാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കഴിഞ്ഞു. ആൻഡ് ഇനി ഞാൻ ആംഗിളിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ ആംഗിളിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ്, അതായത് ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ എന്നാണ് വരുന്നത്. ക്രോസ് പ്രൊഡക്റ്റില് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ.
ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഒരെണ്ണം കോസ് തീറ്റ, ഒരെണ്ണം സൈൻ തീറ്റ. അപ്പൊ ഈ തീറ്റയ്ക്ക് വരുന്ന ചേഞ്ച് അനുസരിച്ച് ഇതിന്റെ വാല്യൂ മാറാറുണ്ട്. തീറ്റയുടെ രണ്ട് പീക്ക് വാല്യൂസ് നമുക്ക് എടുക്കാം. കോസിനെ സംബന്ധിച്ചിടത്തോളം തീറ്റയുടെ രണ്ട് പീക്ക് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, 0 and 90 ഡിഗ്രി. സോറി, 0 and 90 ഡിഗ്രി. ഇവിടെ അത് തന്നെയാണ് 0 and 90 ഡിഗ്രി. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് 0 and 90 ഡിഗ്രിയാണ് നമ്മുടെ പീക്ക് വാല്യൂസ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, കോസ് 0 എന്താണ്, 1 ആണ്. ആൻഡ് കോസ് 90 ഡിഗ്രി 0 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ രണ്ട് ആംഗിൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് സിംപ്ലൈസ് കോസ് 90 എന്ത് വരും, 0 ആണ് വരുന്നത്. അപ്പൊ എ ഡോട്ട് ബി എങ്ങനെ മാറും? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു, ഇത് കംപ്ലീറ്റ് 0 ആണ്, അതായത് മോഡുലസ് ഓഫ് ബി ഇൻറ്റു 0 എന്ന് വരും. കോസ് 90 ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 വരും. കണ്ടോ? തീറ്റ 90 ആകുന്ന സമയത്ത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 0 വരും. ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു കോസ് 0 എന്താണ്, 1 അല്ലേ? കോസ് 0 ഡിഗ്രി 1 ആണ്. സോ എ ഡോട്ട് ബി എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. കണ്ടോ? ഇതിന്റെ മിനിമം വാല്യൂ, എയുടെ ക്രോസ് പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റിന്റെ മിനിമം വാല്യൂ 0യും മാക്സിമം വാല്യൂ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബിയും ആണ് വരുന്നത്. കണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരിക്കലും നെഗറ്റീവിലോട്ട് പോകത്തില്ല. അപ്പൊ 0 ആണ് മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ വരുന്നത് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ആണ്. ഇവിടെ അതേപോലെ തന്നെ തീറ്റ ഇസ് ഈക്വൽ ടു 0 90 ഡിഗ്രി ആകുമ്പോൾ, തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുന്ന സമയത്ത്, തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ 90. സൈൻ 90 നിങ്ങൾക്ക് അറിയാം 1 ആണ്. ആൻഡ് therefore എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി സൈൻ 0 ഡി. സൈൻ 0 0 ആണ്. സോ എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 വരും. കണ്ടല്ലോ? അപ്പൊ ഇവിടെ 90 ഡിഗ്രിയിലാണ് പീക്ക് വാല്യൂ വരുന്നത്. ആണ്, തീർന്നു. ഒരു ഇച്ചിരി കൂടെ കട്ട് ചെയ്തോളൂ ഇത്. ഓക്കെ, ഇതിന്റെ സൈനിന്റെ പീക്ക് വാല്യൂ വരുന്നത്, ക്രോസ് പ്രൊഡക്റ്റിന്റെ പീക്ക് വാല്യൂ വരുന്നത് നമുക്ക് 90 ഡിഗ്രിയിലും ഇവിടെ പീക്ക് വാല്യൂ വരുന്നത് 0യിലുമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോളാം. ഈ രണ്ട് പോർഷനും മേ ബി 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ന് ഈ വെക്ടർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എക്സസൈസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം പറയാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വിട്ടുപോയതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എക്സസൈസിന്റെ സമയത്ത് നമുക്കത് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട്, നിങ്ങൾക്ക് ഈ എഴുതിയതെല്ലാം PDF ആയിട്ട് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ആൻഡ് എക്സസൈസ്, നമുക്ക് എക്സസൈസ് ഡിസ്കഷൻ ക്ലാസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.